ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ബ്രയോഫൈറ്റായ മർക്കാൻഷ്യയുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നും അതുപോലെ അതിൻ്റെ മോർഫോളജി, അനാട്ടമി ഈ കാര്യങ്ങൾ എങ്ങനെയാണ് അതേ ഓർഡറിൽ തന്നെ വരുന്ന റിക്സിയുമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നോക്കിയത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മർക്കാൻഷ്യയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും ലൈഫ് സൈക്കിളും എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ശ്രദ്ധിക്കുക, മർക്കാൻഷ്യ ഞാൻ പറഞ്ഞിരുന്നു ഹെപ്പാറ്റിക് ഓപ്സിഡ എന്നുള്ള ക്ലാസ്സിൽ വരുന്ന റിക്സിയോട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ തന്നെ സെയിം ഓർഡറിൽ വരുന്ന ഒരു ബ്രയോഫൈറ്റാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മോർഫോളജിക്കലി നമുക്ക് അതിനോട് ഒരുപാട് സിമിലാരിറ്റീസ് കണ്ടു. ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഉണ്ട്, അതുപോലെ വേറെ കുറേ സിമിലാരിറ്റികൾ ലോബായിട്ടുണ്ടാവുന്നു. ഡോർസിവെൻട്രി ഫ്ലാറ്റൻഡ് ആണ്, അതിന് മിഡ്രിപ്പ് ഉണ്ട്, അവിടെ ഗ്രൂവ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. റൈസോഴ്സ് 2 ടൈപ്പ് ഉണ്ട്, സ്കെയിൽസ് ഉണ്ട് എന്നിങ്ങനെയുള്ള മോർഫോളജിക്കലിയും അതുപോലെ അനാട്ടമിക്കലി അതിന് സ്റ്റോറി റീജിയനും ഫോട്ടോസിന്തറ്റിക് റീജിയനൊക്കെ ഉണ്ട്. പക്ഷേ ഫോട്ടോസിന്തറ്റിക് റീജിയനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇതിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അതായത് റിക്സിയ കുറച്ച് പ്രിമിറ്റീവ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ആ റിക്സിയെ കഴിഞ്ഞും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടൈപ്പ് റീപ്രൊഡക്ഷനാണ് ഇവിടെ ഉണ്ടാവുക, മർക്കാൻഷ്യയിൽ ഉണ്ടാവുക. അതിന് കാരണം എന്ന് പറഞ്ഞാൽ മർക്കാൻഷ്യയിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ സെക്ഷുവൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റിക്സിയെ നോക്കുക, നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അതിൽ ഫോട്ടോസിന്തറ്റിക് റീജിയനിലുള്ള ഫിലമെൻസിൻ്റെ ഇടയ്ക്കുള്ള ചേംബറിനകത്ത് വെറുതെ ഒരു ആൻഡ്രോസൈറ്റുകൾ ഉണ്ടാകുന്ന ഒരു ആന്ത്രേഡിയം, അതുപോലെ ഒരു ആർക്കിഗോണിയവും ഉണ്ടാവുമായിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഇറക്റ്റായിട്ടുള്ള നിവർന്ന് നേരെ മുകളിലേക്ക് വളരുന്ന ഇറക്റ്റായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നു. അത് മെയിൽ ഗെമിറ്റോഫൈറ്റിൽ നിന്നും മെയിലായിട്ടുള്ള ബ്രാഞ്ചും ഫീമെയിൽ ഗെമിറ്റോഫൈറ്റിക് താലസിൽ നിന്നും ഫീമെയിൽ ബ്രാഞ്ചിങ്ങും ഉണ്ടാകുന്നു. സോ ഈ ബ്രാഞ്ചുകൾ നമ്മൾ ജനറലി വിളിക്കുന്നത് ഗെമറ്റോഫോർ എന്നാണ്. അത് മെയിൽ ഗെമറ്റോഫോർ ആണെങ്കിൽ അതിനെ ആന്ത്രിഡിയോഫോർ എന്നും, ഫീമെയിൽ ഗെമറ്റോഫോർ ആണെങ്കിൽ അതിനെ ആർക്കിഗോണിയോഫോർ എന്നും പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഈ മെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗെമറ്റോഫോർ ആയിട്ടുള്ള ആർക്കിഗോണിയോഫോറും ആന്ത്രിഡിയോഫോറും എന്ത് തന്നെയാണ്? താലസിൻ്റെ ബ്രാഞ്ചിങ് തന്നെയാണ്. സോ അതിൻ്റെ സെല്ലുലാർ അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള താലസിനെ പോലെ തന്നെയാണ്. അതിലും പാരൻകൈമാറ്റ സെല്ലുകളും എയർ ചേംബറുകളും, ആ എയർ ചേംബറിൽ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള സെല്ലുകളുടെ ഫിലമെൻറ്റും ഒക്കെ ഉണ്ട്. അത് കൂടാതെ അഡീഷണലായിട്ട് ഗെമീറ്റ്സിനെ ഉണ്ടാകുന്നത്, മെയിൽ ഗെമീറ്റ്സിനെയും ഫീമെയിൽ ഗെമീറ്റ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രീഡിയവും ആർക്കിഗോണിയും അതിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ പോയിന്റിൽ നോക്കുക. സെക്സ് ഓർഗൻസ് ആർ ബോൺ ഓൺ സ്പെഷ്യൽ സ്റ്റോക്ക്ഡ് റിസെപ്റ്റക്കിൾസ് കോൾഡ് ഗെമറ്റോഫോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്സ് ഓർഗൻസ് എവിടെയാണ് ഉണ്ടാകുന്നത്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റിസെപ്റ്റക്കിൾസിൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിലാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ജനറലി വിളിക്കുന്ന പേരെന്താണ്? ഗെമറ്റോഫോർ എന്നാണ്. പക്ഷേ റിക്സിയുടെ കേസിൽ അങ്ങനെ ഒരു വിധത്തിലുള്ള ഒരു ബ്രാഞ്ചിങ്ങോ സ്പെഷ്യൽ സ്ട്രക്ചറോ ഒന്നും ഉണ്ടാകുന്നില്ല. വെറുതെ എയർ ചേംബറിന് സെൻട്രൽ ഭാഗത്തായിട്ട് സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള ആന്ത്രേഡിയം ആർക്കിഗോണിയം ഉണ്ടാവുകയാണ് ചെയ്തത്. ദെൻ നോക്കുക, റിസെപ്റ്റക്കിൾ ബിയറിംഗ് മെയിൽ സെക്സ് ഓർഗൻ ആർ കോൾഡ് ആന്ത്രേഡിയോഫോർ ആൻഡ് ദ റിസെപ്റ്റക്കിൾ ബിയറിംഗ് ഫീമെയിൽ സെക്സ് ഓർഗൻ ആർ കോൾഡ് ആർക്കിഗോണിയോഫോർ. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കാണിച്ച പിക്ചർ തന്നെയാണ്. മെയിൽ പ്ലാന്റിൽ ഇറക്റ്റായിട്ട് മുകളിലേക്ക് ആന്ത്രേഡിയോഫോറും ഫീമെയിൽ താലസിനകത്ത് ഇറക്റ്റായിട്ട് മുകളിലേക്ക് ആർക്കിഗോണിയോഫോറും ഉണ്ട്. മോർഫോളജിക്കലി ഇതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ? രണ്ടിലും ഇറക്റ്റായിട്ടുള്ള സ്റ്റോക്കും ഒരു ഡിസ്കും ആണ് ഉള്ളതെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം, ഇപ്പോൾ ഫീമെയിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കിഗോണിയോഫോർ ഒരു അംബർല ലൈക്ക് സ്ട്രക്ചറും, മറ്റേത് വിടർന്നൊരു പൂ പോലെ ഇരിക്കുന്ന ഒരു സൺഫ്ലവർ പോലെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന ടൈപ്പ് സ്ട്രക്ചറുമാണ് ഉള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ മോർഫോളജിക്കലി തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് ആന്ത്രിഡിയോഫോറിനെയും ആർക്കിഗോണിയോഫോറിനെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ 2 സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിലാണ് നമ്മുടെ മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും ഉണ്ടാവുന്നത്. ഓക്കെ, ഗെമറ്റോഫോർ ഡെവലപ്പ് അറ്റ് ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് താലസ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഗ്രോത്ത് നടക്കുന്ന എപ്പോഴും ഡിസ്റ്റൽ എൻഡിലായിരിക്കും, അകലെയുള്ള എൻഡ്. അതായത് എപ്പിക്കൽ നോച്ച് എവിടെയാണോ കാണുന്നത്, ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം, ഡിസ്റ്റൽ എൻഡ് എപ്പിക്കൽ നോച്ചിനോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്തു നിന്നാണ് എപ്പോഴും ബ്രാഞ്ചിങ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ലോബായിട്ടുള്ള എപ്പിക്കൽ നോച്ചിൻ്റെ ആ ഭാഗത്തു നിന്നാണ് എപ്പോഴും ആന്ത്രിഡിയോഫോറുകളും
ആർക്കിഗോണിയോഫോറുകളും ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ജനറലി പറയാം എന്താ, ഗമീറ്റോഫോറുകൾ കാണപ്പെടുന്നത് താലസിന്റെ ഡിസ്റ്റൽ എൻഡിലായിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ ഗമീറ്റോഫോർ മാർക്കാൻഷ്യ ഇസ് എ ഹെട്രോതാലിക് ആൻഡ് ഡയേഷ്യസ്. ഓക്കെ, മാർക്കാൻഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് എന്താണ്, ബ്രയോഫൈറ്റ് എങ്ങനെയാണ്, ഹെട്രോതാലിക് ആൻഡ് ഡയേഷ്യസ്. ഇവിടെ നിങ്ങൾ റിക്സിയമായിട്ടൊരു വലിയ ഡിഫറൻസ് കാണുന്നു. അവിടെ എങ്ങനെയാണ്, ഹോമോതാലിക്കും മൊണേഷ്യസും ആയിരുന്നു. എന്തായിരുന്നു, മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് ഒരേ താരത്തിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഹോമോതാലിക് അല്ലെങ്കിൽ മൊണേഷ്യസ് കണ്ടീഷൻ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഹെറ്ററോതാലിക് ആണ്. ഞാൻ പറഞ്ഞു മെയിൽ ഗമീറ്റിൽ നിന്നും മെയിൽ ഗെമറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. ആ മെയിൽ ഗെമറ്റോഫൈറ്റിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ആന്ത്രിഡിയോഫോർ ഉണ്ടാവുന്നു. അതുപോലെ ഫീമെയിൽ ഗമീറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് താലസ് ഉണ്ടാവുന്നു. ആ താലസിൽ നിന്ന് ഫീമെയിൽ ഗെമിറ്റോഫോർ ആയിട്ടുള്ള ആർക്കിഗോണിയോഫോർ ഉണ്ടാവുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ, മെയിൽ ഗെമറ്റോഫൈറ്റും ഫീമെയിൽ ഗെമറ്റോഫൈറ്റും അല്ലെങ്കിൽ മെയിൽ താലസും ഫീമെയിൽ താലസും ഡിഫറെൻ്റ് ആണ്. മെയിൽ താലസിൽ നിന്ന് ആന്ത്രിഡിയോഫോറും ഫീമെയിൽ താലസിൽ നിന്ന് ആർക്കിഗോണിയോഫോറുമാണ് ഡെവലപ്പ് ചെയ്ത് വരാറുള്ളത്. ഓക്കെ, അതിൽ തന്നെയും ചില സ്പീഷീസുകൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ മാർക്കാൻഷ്യ പോളിമോർഫ എന്നൊക്കെ പറയുന്ന ചില സ്പീഷീസുകൾ ഹോമോതാലിക് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കാൻഷ്യയുടെ ഉള്ളിൽ തന്നെ അത് കുറച്ച് പ്രിമിറ്റീവ് കണ്ടീഷനാണ്. അവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ആ ഒരു പോയിന്റിനുള്ള എക്സസൈസിലെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണണം. കാരണം റിക്സിയെ കഴിഞ്ഞും കുറച്ചുകൂടെ എവല്യൂഷണറി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മാർക്കാൻഷ്യ. സോ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു അഡ്വാൻസ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ വന്നത് പോലും ഒരു കോംപ്ലിക്കേഷൻ ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആവുന്നതാണ്. ദെൻ നമുക്ക് ആന്ത്രിഡിയോഫോറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആന്ത്രിയോഡിയോഫോർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക്ഡ് സ്ട്രക്ചറാണ്. പിക്ചറിൽ കാണാം, അതിനൊരു സ്റ്റോക്ക് ഉണ്ട്, എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട്. ആന്ത്രിഡിയോഫോർ ഹാസ് ആൻഡ് 1 to 3 സെന്റിമീറ്റർ സ്റ്റോക്ക്. ഇപ്പോൾ നല്ല ലെങ്ത്തിൽ അത്യാവശ്യം എന്താ നമുക്ക് പെട്ടെന്ന് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ തന്നെ നീളത്തിലിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഉണ്ട്. ആ പിക്ചർ ഒന്നുകൂടെ നോക്കുക, കണ്ടോ, നല്ലൊരു സ്റ്റോക്ക്. ആ സ്റ്റോക്കിൻ്റെ ടിപ്പ് ഭാഗത്തായിട്ടായിരിക്കും എന്താ ഡിസ്ക് ആ ഡിസ്കിലാണ് ഡിസ്ക് സ്ട്രക്ചറിലാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവുന്നത്. അപ്പോൾ 1 മുതൽ 3 സെന്റിമീറ്റർ വരെ നീളമുള്ള ഒരു സ്റ്റോക്ക് ഉണ്ടാവും. It bear a slightly convex and usually 8-lobed peltate disc at the apex. ആ സ്റ്റോക്കിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലായിട്ട് 8-lobed. ലോബ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇപ്പോൾ താലസിൽ തന്നെ നിങ്ങൾ നോക്കുക, താലസിലെ രണ്ടായിട്ട് ഇങ്ങനെ ഡിഫറെൻ്റ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ വരുമ്പോഴത്തേക്കും എന്താ, അത് 2 ലോബായി എന്ന രീതിയിൽ ഇതിലും അതിൻ്റെ മോൾ ഭാഗത്ത് ഒരു 8 ലോബുകൾ 8 ലോബഡ് ആയിട്ടുള്ള ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഡിസ്ക് ഞാൻ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ത്രോയിലൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്ക് പോലത്തെ ഒരു സ്ട്രക്ചർ നോക്കുക. അതിപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ നോർമലി ആൻജിയോസ്പേംസിലെ ഫ്ലവേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലോറൽ പാർട്ടുകൾ വരുന്ന അങ്ങനത്തെ ഒരു ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്നാണ്. അതിൻ്റെ ഒരു ഏകദേശം വരുന്ന പോലത്തെ ഒരു ഷേപ്പ്. ആ ഷേപ്പ് എങ്ങനെയാണ്, 8 ലോബായിട്ട് ഇങ്ങനെ അതിൻ്റെ മാർജിനിൽ ഒരു 8 ലോബുകളുണ്ടാവും. സോ അങ്ങനെ 8 ലോബഡ് ആയിട്ടുള്ള ഒരു പെൽറ്റേറ്റ് ഡിസ്ക് ആയിട്ടാണ് ആന്ത്രിഡിയോഫോർ കാണുന്നത്. Each lobe has a growing point that is tip and it represents the apex of the branch. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്താണ്, ഒരു താലസിൻ്റെ ബ്രാഞ്ച് തന്നെയാണ് എന്ന് പറയുന്നത് ആന്ത്രിഡിയോഫോർ എന്ന് പറയും. നോർമലി ഒരു ബ്രാഞ്ചിന് എന്തുണ്ടാവും, ഒരു അപ്പിക്കൽ റീജിയൻ, ഒരു അപ്പിക്കൽ നോച്ച് ഒക്കെ ഉണ്ടാവുന്നതാണ്. അവിടെയാണ് അതിൻ്റെ ഗ്രോയിങ് പോയിന്റ്. അവിടെ നിന്നായിരിക്കും അത് ഗ്രോ ചെയ്യുന്നതും മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോഴത്തേക്കും അത് ഡൈക്കോട്ടംസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നതും ഒക്കെ ഇവിടെ നിന്നാണ്, അപ്പിക്കൽ നോച്ച് പോർഷനിൽ നിന്നാണ്. സോ ഇതും ഒരു ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ ആന്ത്രിഡിയോഫോറിനും ഓരോ ലോബിലും ഒരു അപ്പെക്സ് ഉണ്ടാവും. ആ അപ്പെക്സിൽ ഒരു ഗ്രോയിങ് പോയിന്റും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു എപ്പിക്കൽ നോച്ച് പോലെ, നോച്ച് എന്ന് പറയുന്നില്ല, എന്നാലും ആ ഓരോ അപ്പെക്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ലോബിൻ്റെയും ഒരു ഗ്രോയിങ് പോയിന്റ് അപ്പിക്കൽ റീജിയനിലായിട്ട് കാണുന്നുണ്ട്. ദെൻ നമുക്ക് എൻ്റെ അനാട്ടമി നോക്കുകയാണെങ്കിൽ അനാട്ടമി ഓഫ് പെൽറ്റേറ്റ് ഡിസ്ക്, ആ ഡിസ്കിൻ്റെ അനാട്ടമി സിമർ ഓഫ് താലസ് ഞാൻ പറഞ്ഞു, അതിന് തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ താലസ് എങ്ങനെയാണ്, ഇതിന് പാരങ്കൈമാറ്റ സ്റ്റോറേജ് റീജിയൻ ഉണ്ട്. അതുപോലെ ഫിലമെന്റ്സ് ആയിട്ടുള്ള എയർ ചേമ്പറുകളും ക്ലോറോഫിൽ കണ്ടെയ്നിങ് സെൽസ് അടങ്ങിയുള്ള ഫിലമെന്റ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇതും ഒരു ബ്രാഞ്ച് തന്നെയാണ്, പക്ഷേ ഇറക്റ്റ് ആയിട്ട് വളർന്നിരിക്കുന്നു എന്നും അത് സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിഫറൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് താലസിൻ്റെ ബ്രാഞ്ച് തന്നെയാണ്. സോ അതിൻ്റെ ഇന്റേണൽ അനാട്ടമിയും നമ്മുടെ നോർമൽ ഒരു താലസിനെ റിസംബിൾ ചെയ്യുന്ന പോലെ പാരങ്കൈമാറ്റ സെല്ലുകളും അതുപോലെ എയർ ചേമ്പേഴ്സും ഒക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ്. ഓക്കെ, ആന്ത്രിഡിയൽ ചേമ്പേഴ്സ്
alternate with the air chambers. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേംബർ നിങ്ങൾ ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മുടെ റിക്സിയുടെ കേസിൽ 2 ഫിലമെന്റ്സിന്റെ ഇടയ്ക്ക് ഉള്ള ചേംബറിനകത്ത് ആന്ത്രേഡിയം ഉണ്ടാകുന്ന പോലെ അവിടെ നമ്മൾ എന്താ മാർക്കൻഷ്യയുടെ കേസിൽ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു വാളുണ്ട്, നടുക്കായിട്ട് സെൻട്രൽ ഒരു വാളുണ്ട്. അങ്ങനത്തെ കുറേ ചേംബേഴ്സ്, റൂം പോലത്തെ കുറേ ചേംബറുകളാണ്. അതിനകത്താണ് ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്കിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനത്തെ ആ റൂമുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ചേംബറുകൾ ഒരു ചേംബറിനകത്ത് നമ്മുടെ ആന്ത്രേഡിയമായിരിക്കും. തൊട്ടടുത്ത ചേംബറിൽ എന്താ നോർമലായിട്ടുള്ള എയർ ചേംബർ പോലെ ഫിലമെന്റ്സുകളൊക്കെ കൂടിയ ഒരു എയർ ചേംബർ ആയിരിക്കും. നെക്സ്റ്റ് ഇപ്പോൾ ഒന്നാമത്തെ ആന്ത്രേഡിയം ആണെങ്കിൽ തൊട്ടടുത്ത രണ്ടാമത്തെ ചേംബറിനകത്ത് നോർമൽ ഫിലമെന്റ്സും കാര്യങ്ങളാണ്. മൂന്നാമത്തിനകത്ത് വീണ്ടും ആന്ത്രേഡിയം ആയിരിക്കും. നാലാമത്തിനകത്ത് വീണ്ടും നോർമൽ ഫിലമെന്റ്സ് ഒക്കെ തന്നെയായിരിക്കും. സോ അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്താണ് ആ ഡിസ്കിൽ കാണുന്നത്. നിങ്ങൾ അതിൻ്റെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ പിക്ചറിനകത്ത് ഓരോ ആന്ത്രേഡിയം 4 ആ റൗണ്ടായിട്ട് കുറച്ച് ഡാർക്കായിട്ട് കാണുന്നതോടാണ് എന്ത് നമ്മുടെ ആന്ത്രേഡിയം എന്ന് പറയുന്നത്. ആ ആന്ത്രേഡിയം കഴിയുമ്പോൾ വീണ്ടും ഒരു എയർ ചേംബർ, ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ചേംബറിനകത്ത് വീണ്ടും ആന്ത്രേഡിയം, വീണ്ടും എയർ ചേംബർ, വീണ്ടും ആന്ത്രേഡിയം. അങ്ങനെ എല്ലാ എയർ ചേംബറുകൾക്കും എന്താ ഒരു എയർ പോർ ഉണ്ട്. ഇവിടുത്തെ എയർ പോർ കുറച്ച് എന്താ ക്രസന്റ് ഷേപ്പ്ഡ് ആണെന്നുള്ള കേസും അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പ്ഡ് അപ്പിയറൻസ് വരുന്നുണ്ടെന്ന കേസൊക്കെ, ക്രസന്റ് അല്ല സ്റ്റാർ ഷേപ്പ്ഡ് അപ്പിയറൻസ് വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ പിക്ചറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ഇതുകൊണ്ടോ ഒരു എയർ ചേംബർ, അത് കഴിഞ്ഞിട്ട് ദെൻ നെക്സ്റ്റ് ഒരു ആന്ത്രേഡിയം ഉള്ള ഒരു ചേംബർ, ദെൻ നെക്സ്റ്റ് വീണ്ടും ഒരു എയർ ചേംബർ, ദെൻ നെക്സ്റ്റ് വീണ്ടും ഒരു ആന്ത്രേഡിയം ഉള്ള ചേംബർ. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ചെയ്തായിരിക്കും എവിടെ നമ്മുടെ ആന്ത്രേഡിയം ഒരു ഡിസ്കിനകത്ത് എന്ത് ആന്ത്രേഡിയം ചേംബറും എയർ ചേംബറും കാണുന്നത്. ബാക്കി സെല്ലുകളെല്ലാം എങ്ങനെയാണ്? പാരൻകൈമാറ്റ സെല്ലുകളാണ്. സോ അത് നമ്മുടെ താലസിനെ റിസംബിൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ബ്രാഞ്ചിലും ഉള്ളത്. നോക്കുക അടുത്ത പോയിന്റ്. ഈച്ച് ആന്ത്രേഡിയൽ ചേംബർ contains a single antheridium and open externally by a pore ostiole. ഇതെങ്ങനെയാണ്? നമ്മുടെ റിക്സിയുടെ പോലൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താ ഓരോ ആന്ത്രേഡിയൽ ചേംബറിനകത്തും ഒരു സിംഗിൾ ആന്ത്രേഡിയം ഉണ്ടാവും. ആന്ത്രേഡിയത്തിനകത്ത് എന്താണ് ആന്ത്രോസൈറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആന്തർമാതർ സെല്ലുകൾ ഉണ്ടാവും. അതിന് ഡിവിഷൻ നടന്നിട്ട് അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ് നടന്നിട്ടാണ് നമ്മുടെ ഗെമീറ്റ് അല്ല ആന്ത്രോസോയിഡ്സ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സോ എന്താ ഈ ഓരോ ആന്ത്രേഡിയം ചേംബറിനകത്ത് ഒരു സിംഗിൾ ആന്ത്രേഡിയം ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഓപ്പൺ എക്സ്റ്റേണലി ബൈ എ പോറോസ്റ്റിയോൾ. ഈ ഒരു ചേംബറിനും ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് ഓസ്റ്റിയോൾ. അത് റിക്സിക്കും അങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞിരുന്നു ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഗ്യാപ്പല്ല, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു പോറാണ് എന്തെന്ന് പറയുന്നത് ഓസ്റ്റിയോൾ എന്ന് പറയുന്നത്. On each lobe of antheridial disc, antheridia arise as acropetal succession. ഓക്കെ, ഈ ഒരു പോയിന്റ് നോക്കാം. അതിലും നിങ്ങൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. കണ്ടോ, ഇതിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തുള്ള ആന്ത്രേഡിയൊക്കെ നല്ല മെച്യൂർഡുമാണ്, വലുതായിട്ട് ഡെവലപ്ഡ് ആണ്. എന്നാൽ അതിൻ്റെ പെരിഫറിയിലേക്ക് പോകുന്നതും മാർജിനൽ റീജിയനിലേക്ക് പോകുന്നതും ആന്ത്രേഡിയ ചെറുതാവുന്നു, ലെസ് ഡെവലപ്ഡ് ആവും. ഓക്കെ, ആവുന്നതല്ല, അത് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം മെച്യൂരിറ്റി എത്തുന്നത് ഏതാണ്? സെൻട്രൽ ഭാഗത്താണ്. അവിടെ ആദ്യം ഉണ്ടാകുന്നു, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ്, ആ ഡെവലപ്മെൻറ്റാണ് നമ്മൾ എന്ത് പറയുന്നത് അക്രോപീറ്റൽ സെൻട്രിപീറ്റൽ സക്സഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ലോബിൻ്റെ എങ്ങനെയാണ് ആന്ത്രേഡിയ അക്രോപീറ്റൽ സക്സഷനിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. The stalk of the antheridiophyte has 2 longitudinal grooves with rhizoids and scales. ആ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിട്ട് ഒരു തണ്ട്, ആ തണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞേ, അതിന് 2 ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ മിഡ്രിപ്പിലുള്ള ഗ്രൂവ്സ് പോലെ, ഒരു കനാൽ പോലെ 2 ഗ്രൂവ്സ് ഉണ്ട്. വിത്ത് റൈസോയിഡ്സ് ആൻഡ് സ്കെയിൽസ് ഉണ്ട്. അതും നമ്മുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള താലസിനെ റിസംബിൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ. മെയിൻ താലസിലും അതുപോലെ ഗ്രൂവ് ഉണ്ട്, ഷാലോ ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവ് പോർഷനിൽ വെൻട്രൽ സൈഡിലായിട്ട് സ്കെയിൽസും റൈസോയിഡ്സ്, 2 ടൈപ്പ് റൈസോയിഡ്സ്, ട്യൂബർക്കുലേറ്റും സ്മൂത്ത് വാൾഡ് ആയിട്ട് റൈസോയിഡ്സും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ അതിന് റിസംബിൾ ചെയ്യുന്ന സ്ട്രക്ചർ തന്നെയാണ്. ആക്ച്വലി നമ്മുടെ മെയിൻ താലസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് എന്ത് ആന്ത്രേഡിയം 4 എന്ന് പറയുന്നത്. അവിടെ പക്ഷേ കുറച്ച് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറുകളുണ്ട് എന്താ സെക്ഷൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയുള്ള വ്യത്യാസം. മെച്യൂർ ആന്ത്രേഡിയം ഈസ് ഗ്ലോബുലർ ഓർ മോർ ഓർ ലെസ് സ്പിയർ ഷേപ്പ് ഇൻ സ്ട്രക്ചർ. ഇപ്പോൾ നിങ്ങൾ കണ്ടു ഒരു ഗ്ലോബുലർ ഷേപ്പിലാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു വിത്ത് ഷേപ്പിൽ, അങ്ങനെ ഒരു പിയർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബുലാർ ഷേപ്പിൽ ഉരുണ്ടിട്ട് ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ എന്ത് ആന്ത്രേഡിയം ഇരിക്കുന്നത്.
നമ്മുടെ റിക്സിയിൽ എങ്ങനെയായിരുന്നു, ക്ലബ് ഷേപ്പ്ഡ് ആണ്. ഇതും ഒരു ക്ലബിനോട് നിയർ ആയിട്ട് നിൽക്കുന്നു എന്നാൽ അത്ര ക്ലബ് ഷേപ്പ്ഡ് അല്ല, കുറച്ചൊരു ഗ്ലോബുലാർ ടൈപ്പ് ഷേപ്പിലാണ് നമ്മുടെ ആന്ത്രീഡിയം എവിടെയുള്ളത്, മാർക്കാൻഷ്യയിൽ ഉള്ളത്. ദെൻ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഫ്ലോർ ഓഫ് ദ ആന്ത്രീഡിയൽ ചേംബർ ബൈ എ മൾട്ടി സെല്ലുലാർ സ്റ്റോക്ക്. അവിടത്തെ പോലെ തന്നെ ഇതിനും ഒരു പിടിയുണ്ട്, ഒരു തണ്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഫ്ലോർ, ആന്ത്രീഡിയൽ ചേംബർ ഞാൻ പറഞ്ഞു എയർ ചേംബർ തന്നെയാണ്, പക്ഷേ അതിനകത്ത് നോർമലായിട്ടുള്ള ഫിലമെന്റ് സെല്ലുകളല്ല, ആന്ത്രീഡിയം ഉണ്ടാകുന്ന ചേംബർ. ആ ചേംബറിൻ്റെ ഫ്ലോർ അതിൻ്റെ തറയുമായിട്ട് എങ്ങനെ ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള പിടി കൊണ്ട് അതിനെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ബോഡി ഓഫ് ദി ആന്ത്രീഡിയം ഹാസ് എ സിംഗിൾ ലെയർ സ്റ്റെറൈൽ ജാക്കറ്റ് എൻക്ലോസിംഗ് മാസ് ഓഫ് ആൻഡ്രോസൈറ്റ് വിത്ത് ലേറ്റർ മെറ്റാഫോർസ് ടു ആന്ത്രോസോയിഡ്സ്. ഇത് നമ്മുടെ റിക്സിയുടെ കേസിലെ പോലെ തന്നെയാണ്. ആന്ത്രീഡിയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ റിക്സിയ പോലെയൊക്കെ തന്നെയാണ്, ഷേപ്പിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെന്താ, ഇതിനൊരു സ്റ്റെറൈൽ ജാക്കറ്റ് ഉണ്ട്, ഏറ്റവും പുറത്ത് ഒരു ലെയർ ഓഫ് കവറിങ് ആയിട്ടുള്ള സെല്ലുകൾ. ഓക്കെ, അതൊരു എപ്പിഡെർമിസിനെ പോലെ ഒന്ന് വിചാരിച്ചാൽ മതി. എപ്പിഡെർമിസ് എപ്പോഴും എന്താ ഏറ്റവും പുറമെ കവർ ചെയ്യുന്നൊരു ലെയറാണ്. ഇവിടെ അതുപോലെ തന്നെ പുറമെ ഒരു കവറിങ് സ്റ്റെറൈൽ ജാക്കറ്റ് ഉണ്ട്, സ്റ്റെറൈലാണ്. ആ സെല്ലുകൾക്ക് എന്താ റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ല, അത് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ സെല്ലുകൾ സ്റ്റെറൈലാണ്, വിച്ച് മീൻസ് അത് ഫെർട്ടൈൽ അല്ല, അതിന് ആന്ത്രോസോയിഡ്സ് ആയിട്ട് മാറാനുള്ള കഴിവില്ല. ആ സ്റ്റെറൈൽ ജാക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ ആ സ്റ്റെറൈൽ സാക്കിനുള്ളിൽ ഇഷ്ടംപോലെ ആൻഡ്രോസൈറ്റുകൾ ഇങ്ങനെ തിങ്ങി നിറച്ചിരിക്കുക. എൻക്ലോസിങ് എ മാസ് ഓഫ് ആൻഡ്രോസൈറ്റ് എന്നാണ് പറഞ്ഞത്. തിങ്ങി നിറഞ്ഞ് ഇഷ്ടംപോലെ ആൻഡ്രോസൈറ്റുകളുണ്ട്. അതെങ്ങനെയാണ് മെച്യൂരിറ്റിയിൽ എത്തുമ്പോൾ ഓരോ ആൻഡ്രോസൈറ്റും മെറ്റാമോർഫോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ്രോസോയിഡ്സ് ആയിട്ട് മാറുന്നു. ഇത് തന്നെയാണ് റിക്സിയയിലും നടന്നുകൊണ്ടിരുന്നത്. ആ സെയിം ഇവന്റ് തന്നെയാണ് മാർക്കാൻഷ്യയിലും നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആൻഡ്രോസൈറ്റ്സിനെ ആൻഡ്രോസോയിഡ് മദർ സെല്ലിനൂടെ വിളിച്ചിരുന്നതായിട്ട് ഓർക്കുക. ഓക്കെ, ആൻഡ്രോസോയിഡ് മദർ സെല്ലിനൂടെ എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെ, ആൻഡ്രോസൈറ്റിന്. ഈ ആൻഡ്രോസൈറ്റ്, ആന്ത്രീഡിയം, ആന്ത്രീഡിയം 4, ആന്ത്രോസോയിഡ്സ്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ആൻഡ്രോസോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഗെമേറ്റ് ആണ്, അത് ഉണ്ടാവുന്ന സെല്ലിൻ്റെ പേരാണ് ആൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞത്. ആ സെല്ലടങ്ങിയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആന്ത്രീഡിയം എന്ന് പറയുന്നത്. ആന്ത്രീഡിയം ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ബ്രാഞ്ചിനെ, താലസിൻ്റെ ബ്രാഞ്ചിനെയാണ് ആന്ത്രീഡിയം 4 എന്ന് പറയുന്നത്. ഓക്കെ, ഈ വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ ആന്ത്രോസോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് മെയിൽ ഗെമേറ്റ്സ് തന്നെയാണ് ആന്ത്രോസോയിഡ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും എന്താ പറയുക, എഫക്റ്റ് നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ സഹായത്തോടെ മൂവ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. സോ മൂവ് ചെയ്യാനായിട്ട് അതിനെന്താ ഫ്ലജല്ല ഉണ്ടായിരിക്കും. ഇവിടുത്തെ ആന്ത്രോസോയിഡ് ബൈഫ്ലജല്ലേ സ്ട്രക്ചറാണ്, 2 ഫ്ലജലുകളുണ്ട്. അതുപോലെ റോഡ് ലൈക്ക് സ്ട്രക്ചർ. റോഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഗ്ലാസ് റോഡുകൾ, നിങ്ങൾ കെമിസ്ട്രി ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് റോഡിൽ അങ്ങനത്തെ ഒരു സിലിണ്ടർ പോലെ ഉരുണ്ടിട്ടുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ. ആ റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് എന്തിനുള്ള ആന്ത്രോസോയിഡ്സ്. സോ റോഡ് ലൈക്ക് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് ബൈഫ്ലജലായിട്ട് ആന്ത്രോസോയിഡ്സ് ആണ്. അത് ഡെവലപ്പ് ചെയ്യുന്ന എവിടെയാണ്, ആന്ത്രീഡിയത്തിനകത്താണ്. ആന്ത്രോസോയിഡിന് മെറ്റാമോർഫോസിസ് സംഭവിച്ചിട്ടാണ് ആന്ത്രോസോയിഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്തിട്ട് ഫേവറബിൾ സീസൺ വരുമ്പോൾ, വിച്ച് മീൻസ് വാട്ടർ വരുമ്പോൾ അതിലൂടെ സ്വിം ചെയ്ത് ഇങ്ങോട്ട് പോകും, ആർക്കിഗോണിയത്തിലേക്ക് പോകും. ആർക്കിഗോണിയത്തിനകത്ത് എന്താണുള്ളത്, ആർക്കിഗോണിയത്തിൽ വെൻഡർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ സ്ട്രക്ചർ തന്നെയാണ്. അതിനകത്ത് എഗ്ഗ് ഉണ്ടാവും, എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. അവിടെ തൊട്ട് സ്പോറോഫൈറ്റിക് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ ഒന്നുകൂടെ നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ എന്താ, കൂടുതൽ സെല്ലുകളും പാരൻ കൈമാറ്റസ് ആയിട്ടുള്ള സെല്ലുകളാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ലോബ് മാത്രമാട്ടോ, ഒരു ലോബിൻ്റെ മാത്രം സെക്ഷനാണ് കാണിച്ചേക്കുന്നത്. ആന്ത്രോഫോണിൻ്റെ ഒരു ലോബിൻ്റെ മാത്രം സെക്ഷനായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ 8 ലോബുകളുണ്ട് ചുറ്റുമായിട്ട്. 8 ലോബ് നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലോബിൽ കൂടെ മാത്രമേ നമുക്ക് സെക്ഷനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് റൈസോയിഡ്സ്. നമ്മുടെ ആന്ത്രീഡിയം 4 നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ ഡിസ്കിനകത്ത് എയർ ചേമ്പറുകളും ആന്ത്രീഡിയൽ ചേമ്പറുകളും ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള സെല്ലുകളും നമ്മുടെ ഫിലമെൻറ്റസ് ആയിട്ടുള്ള സെല്ലുകളും ഉണ്ട്. പിന്നെന്താണ്, ഗ്രൂവ്സ് ഉണ്ട്, സ്കെയിൽസ് ഉണ്ട്, റൈസോയിഡ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഓക്കെ, എയർ ചേമ്പേഴ്സൊക്കെ വന്നേക്കുന്നത് ഇതിനകത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. തൊട്ടിപ്പുറം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ ആന്ത്രീഡിയത്തിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് നിറച്ച് ആൻഡ്രോസൈറ്റുകളുണ്ട്, അതിനെ കവർ ചെയ്തിട്ടൊരു സ്റ്റെറൈൽ ജാക്കറ്റ് ഉണ്ട്, അതിനെ ഫ്ലോറുമായിട്ട് ബന്ധിപ്പിക്കുന്ന മൾട്ടി സെല്ലുലായിട്ടുള്ളൊരു സ്റ്റോക്കുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി എന്താ പറയണേ, നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള ആന്ത്രോ അല്ലെങ്കിൽ ആന്ത്രീഡിയം അല്ലെങ്കിൽ ആന്ത്രോ 4 എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ദെൻ ഇതെങ്ങനെയാണ് ഡിഫിസൻസ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ
ഡെഹിസൻസ് മീൻസ് എന്താ, നമ്മുടെ ആന്ത്രീഡിയത്തിനകത്ത് മെച്യൂറായി കഴിയുമ്പോഴത്തേക്കും ആന്ത്രോസോയിഡ്സുകൾ ഉണ്ടാവും. ആന്ത്രോസോയിഡ്സുകൾ എങ്ങനെയാണ് ഡെഹിസൻസ് ചെയ്തിട്ട് ഇല്ല പുറത്തേക്ക് പോകണം, പുറത്തേക്ക് വിടുന്ന പ്രക്രിയ. അത് പുറത്തേക്ക് പോയിട്ടാണ് എവിടെ ചെല്ലേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകിച്ച് സെയിം താലസിൽ പോലും നമ്മുടെ ആർക്കിഗോണിയം ഇല്ല, വേറൊരു താലസിലാണ്. ചിലപ്പോൾ തൊട്ടടുത്തുള്ളതായിരിക്കാം, കുറച്ച് ദൂരത്തുള്ളതായിരിക്കാം. സോ സെയിം താലസിലാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മുടെ ആന്ത്രിയോസോയിഡ്സ് എവിടെ ചെല്ലുമായിരുന്നു, ആർക്കിഗോണിയത്തിൽ ചെല്ലുമായിരുന്നു. പക്ഷേ ഇവിടെ സെയിം താലസ് കൂടിയല്ല, അപ്പോൾ അടുത്തൊരു താലസിലേക്ക് പോകണം. അപ്പോൾ അതിനെ ഡെഹിസൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മെയിൻ അവിടുത്തെ പോലെ തന്നെ ഇവിടെയും വാട്ടറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ വാട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് ആന്ത്രോസോയിഡ്സ് മൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇതിനെ ഡെഹിസൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും വാട്ടർ തന്നെയാണ് നോക്കുന്നത്. വാട്ടർ കളക്റ്റഡ് ബൈ പെൽറ്റഡ് ഡിസ്ക് ഇൻ ദ റൈസോയിഡൽ ഗ്രൂവ് ഓഫ് ദ ആന്ത്രിഡിയ ഫോർ എൻ്റർ ഇൻ ടു ദ ആന്ത്രിഡിയൽ ചേംബർ ത്രൂ ഓസ്റ്റിയോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനൊരു റൈസോയിഡൽ ഗ്രൂവ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗ്രൂവിൽ കൂടെ വാട്ടർ, അല്ലെങ്കിൽ ആ ഗ്രൂവ് എന്ത് ചെയ്യും, വാട്ടറിനെ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ വാട്ടർ അതിനകത്ത് നിൽക്കുക. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ഒരു ഷാലോ കനാൽ പോലത്തെ സ്ട്രക്ചറാണ്. സോ അതിനകത്ത് വാട്ടർ തങ്ങി നിൽക്കും. ഈ തങ്ങി നിൽക്കുന്ന വാട്ടർ ഓസ്റ്റിയോളിൽ കൂടെ നമ്മുടെ ആന്ത്രീഡിയത്തിൻ്റെ ചേംബറിൻ്റെ പോറിനെയാണ്, ആ ഒരു ഹോളിനെയാണ് നമ്മൾ ഓസ്റ്റിയോൾ എന്ന് പറഞ്ഞത്. ആ ഓസ്റ്റിയോളിൽ കൂടെ എന്ത് ചെയ്യും, നമ്മുടെ ആന്ത്രീഡിയൽ ചേംബറിനകത്തേക്ക് കയറും. ഓക്കെ, അപ്പോൾ സം സെൽ അറ്റ് ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് ദി ജാക്കറ്റ് ഡിസിൻറ്റഗ്രേറ്റ് വെൻ ദേ കം ഇൻ കോൺടാക്ട് വിത്ത് വാട്ടർ. വാട്ടർ വരുമ്പോഴത്തേക്കും നമ്മുടെ ആൻഡ്രോസൈറ്റുകളെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ സ്റ്റെറൈൽ ജാക്കറ്റ് ലെയർ എന്ന് പറയും. ഈ ജാക്കറ്റ് ലെയറിലെ ടോപ്പ് എപ്പിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റലായിട്ടുള്ള പോർഷനിലെ സെല്ലുകളെല്ലാം എന്ത് ചെയ്യും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. സോ അതിൻ്റെ തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് സെല്ലെല്ലാം സിംഗിളായിട്ട് മാറുന്നു. ദസ് ദ ആന്ത്രീഡിയം റപ്ചേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റെറൈൽ ജാക്കറ്റ് പൊട്ടുന്നു. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോസൈറ്റ്, ഒരു ലാർജ് മാസ് ഓഫ് ആൻഡ്രോസൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ നോക്കിയിരുന്നു, ഇപ്പോൾ ഇച്ചിരി കാണാണ്ടോ, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഗോളമായിട്ട് കാണുന്ന എല്ലാം ആൻഡ്രോസൈറ്റിക് സെൽസാണ്. അപ്പോൾ ന്യൂമറസ് ആയിട്ടുള്ള ആൻഡ്രോസൈറ്റുകളെ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ന്യൂമറസ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഫീമെയിലായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആർക്കിഗോണിയം വേറെ താരസിലാണ്. ഒരു 1,00,000 ആൻഡ്രോസൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് അതിലേക്ക് ഒരെണ്ണം എത്താനുള്ള പോസിബിലിറ്റി കൂടുകയാണ്. ഇപ്പോൾ 10,000 ഉള്ളെങ്കിൽ ചിലപ്പോൾ 10,000 എത്തിയെന്ന് വരില്ല. പക്ഷേ 1,00,000 ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എത്താനുള്ള ഒരു പ്രോബിലിറ്റി കൂടുതലാണ്. സോ അവർ മാക്സിമം ന്യൂമറസ് നമ്പർ ഓഫ് ആൻഡ്രോസോയിഡ്സ് ഉണ്ടാക്കുന്നത്. അതൊരു മാസമായിട്ടാണ് ഇരിക്കുന്നത്, ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സിംഗിൾ മാസ് ഓഫ് സെൽസ് ആയിട്ടാണ് എല്ലാം കൂടെ ഇരിക്കുന്നത്. ദെൻ അന്നേരം ഇത് പൊട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ സിംഗിൾ മാസ് എല്ലാം കൂടെ നമ്മുടെ ഓസ്റ്റിയോളിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരും. ആൻഡ് സർഫസ് ഓഫ് ദി ഡിസ്ക്, ആ പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്കിൻ്റെ പുറത്ത് വന്നു, ഇപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആയിട്ട് കോൺടാക്റ്റിൽ വന്നു. സോ ആൻഡ്രോസൈഡ് സ്പ്രെഡ് എപ്പാർട്ട് ആൻഡ് ആൻഡ്രോസോയിഡ്സ് കംസ് ഔട്ട്. എന്ത് ചെയ്യും, നമ്മുടെ ആൻഡ്രോസൈഡ്സ് സ്പ്രെഡ് ആവും. ഇത് ഒരുമിച്ച് ചേർന്ന് മാസ്സായിട്ടിരിക്കുന്ന ആൻഡ്രോസൈറ്റിൻ്റെ ഒരു മാസ് സ്പ്രെഡ് ചെയ്തിട്ട് ആൻഡ്രോസൈറ്റുകൾ പുറത്തേക്ക് വരാം. ആൻഡ്രോസോയിഡ്സുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരാൻ തുടങ്ങുന്നു. അത് വാട്ടറിൽ സ്വിം ചെയ്തിട്ട് അങ്ങോട്ട് പോകും, ആർക്കിഗോണിയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫീമെയിൽ സ്ട്രക്ചർ നോക്കാം. ഇപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രക്ചർ നമ്മൾ നോക്കി അവിടെ നമ്മുടെ ആൻഡ്രോസോയിഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഫീമെയിൽ സ്ട്രക്ചർ മെച്യൂർഡായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ എഗ് ഉണ്ടാകുന്നു. ദെൻ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് സ്പോറോഫൈറ്റിക് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, ആർക്കിഗോണിയം 4 നോക്കിക്കഴിഞ്ഞാൽ ഇതും ഏകദേശം അതിനോട് അനാറ്റമിക്കലി കുറേ റിഫറൻസ് ഒക്കെ ഉള്ള സ്ട്രക്ചറാണ്. ഇതും ഒരു എക്സ്ട്രാ ബ്രാഞ്ചാണ്, എക്സ്ട്രാ ഇറക്റ്റ് ബ്രാഞ്ചസ് ആണ്. ഓക്കെ, ജസ്റ്റ് ആസ് ആന്ത്രിഡിയ 4, ആർക്കിഗോണിയ 4 ഓൾസോ അറൈസ് അറ്റ് ദ അപ്പിക്കൽ നോച്ച് ഓഫ് ദി താലസ്. താലസിൻ്റെ അപ്പിക്കൽ നോച്ച് പോർഷനിൽ നിന്നും ഇറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്രാഞ്ചാണ്. സോ ഇതിനും എങ്ങനെ തന്നെയായിരിക്കും, നമ്മുടെ നോർമൽ പോസ്റ്ററ്റ് താലസിൻ്റെ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് ഓൾസോ പോസസ് എ സ്റ്റോക്ക് ആൻഡ് ടെർമിനൽ ഡിസ്ക്. ഇതിനും ഒരു സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ ടെർമിനൽ ഡിസ്കും ഉണ്ട്. നിങ്ങൾ പിക്ചറിൽ കണ്ടിരുന്നു, നോക്കുക, ഉണ്ടോ ബി എന്നുള്ള നോക്കുക. അതിനും സെയിം ഒരു സ്റ്റോക്കും ഉണ്ട്, ഡിസ്കും ഉണ്ട്. പക്ഷേ അതിനൊരു കുറച്ചുകൂടി ഒരു അംബർല ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറയാം. ഓക്കെ, ദ ടെർമിനൽ ഡിസ്ക് ഈസ് യൂഷ്വലി 8 ലോബ്. അതും ആന്ത്രിഡിയ 4 പോലെ തന്നെ അതിലും 8 ലോബായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയും 8 ലോബ് തന്നെയാണുള്ളത്.
ആർക്കിഗോണിയ ആർ ബോൺ ഓൺ ദ ഡോർസൽ സർഫസ് ഓഫ് ദ റിസപ്റ്റർ. നമ്മുടെ റിസപ്റ്ററിന്റെ ഡിസ്കിന്റെ മാത്രം നോക്കുക, അതിന് ഒരു മേൾവശവും താഴ്വശവും ഉണ്ടല്ലോ. അത് മേൾവശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോർസൽ സൈഡിൽ നിന്നും, അതിൻ്റെ താഴ്വശത്തെ വെൻട്രൽ സൈഡിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് കാണുന്നോടെ എന്താ നമ്മുടെ ഇപ്പോൾ ആന്ത്രിഡിയോഫോർ നോക്കുവാണെങ്കിൽ അതിനകത്ത് ആൻഡ്രോസൈറ്റും നമ്മുടെ എയർ ചേമ്പേഴ്സും ഒക്കെ വന്ന ഭാഗമാണ് എന്ത്, ഡോർസൽ സൈഡ്. അതിന് താഴെയായിട്ടുള്ള പാരൻകീമസ് റീജിയൻസ്, റൈസോഴ്സ് ഒക്കെ വരുന്ന ഭാഗം വെൻട്രൽ റീജിയൻ. അപ്പം ഇതിനും അങ്ങനെ ഒരു എന്താ ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും ഉണ്ട്. ഇതും അക്രോപിറ്റൽ സക്സഷനിലാണ്, അതായത് സെൻട്രൽ ഭാഗത്തായിട്ടായിരിക്കാം മെച്യൂർഡ് ആയിട്ടുള്ള ആർക്കിഗോണിയംസ് ഉണ്ടാകുന്നത്. അതിൻ്റെ പെരിഫറിയിലേക്ക് വരുന്തോറും അതെങ്ങനെയാണ് ഇമ്മെച്യൂറായിട്ടും ചെറുതായിട്ടുള്ള ആർക്കിഗോണിയമാണ്. അത് ഗ്രാജുവലി മെച്യൂറായി വരത്തുള്ളൂ. എല്ലാം ലാസ്റ്റ് മെച്യൂർ ആവും. എന്നാൽ ഏറ്റവും ആദ്യം മെച്യൂർഡ് ആവുന്നതാണ് നമ്മുടെ ഡിസ്കിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ സെൻട്രിപെറ്റൽ അറേഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, then there are 12 to 14 archegoni on each lobe of the disc. നമ്മൾ 8 ലോബ് ഉണ്ട്. ഓരോ ലോബിനും എന്താണ് 12 മുതൽ 14 വരെ ആർക്കിഗോണി ഉണ്ടാകുന്നുണ്ട്. അറേഞ്ച്ഡ് സിംഗിൾ റോ, ഒരു സിംഗിൾ റോ ആയിട്ട് 12 മുതൽ 14 വരെ ആർക്കിഗോണിയം എവിടെ ഓരോ ലോബിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 8 ലോബാകുമ്പോൾ എത്രയാ, ഓൾമോസ്റ്റ് എത്രയാവും, നമുക്കൊരു 100 അല്ലെങ്കിൽ 100 എബോ ആർക്കിഗോണിയം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, 100 എബോ ആർക്കിഗോണിയം ഉണ്ടാകുന്നുണ്ട്. സോ അത്ര തന്നെ എഗ് സെൽസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 100 എഗ്ഗിന് വേണ്ടിയിട്ട് പക്ഷേ അവിടെ ഉണ്ടാകുന്ന ആൻഡ്രോസൈറ്റ് അല്ല, ആൻഡ്രോസോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ ലക്ഷക്കണക്കിനായിരിക്കും. അത്രയും അധികം ആൻഡ്രോസൈറ്റുകൾ വന്നിട്ടാണ് ഈ 100 ആർക്കിഗോണിയത്തിലേക്ക് വന്നിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ആർക്കിഗോണി ആർ സബ്സെസൈൽ ആൻഡ് ദെയർ നെക്സ് ആർ ഡയറക്റ്റഡ് അപ്വേർഡ്സ്. ഇപ്പോൾ നോർമൽ കേസസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആർക്കിഗോണിയ സബ്സെസൈലാണ്. സെസൈൽ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇല്ലാത്ത സ്ട്രക്ചർ അല്ലെങ്കിൽ പിടി ഇല്ലാത്ത സ്ട്രക്ചറാണ് സെസൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കിഗോണിയ എന്ന് പറഞ്ഞാൽ സബ്സെസൈലാണ്, എന്നാൽ പിടിയില്ല, എന്നാലും ഒരു ചെറിയൊരു സ്ട്രക്ചർ ഉണ്ട്. ഒരു സിംഗിൾ സെൽ അല്ലെങ്കിൽ ഡബിൾ സെൽ സ്റ്റിക്കിങ് ആയിട്ട് ചെറിയൊരു പിടുത്തം പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ അതൊരു സ്റ്റോക്ക് നമുക്ക് കൺസൈൻ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് സബ്സെസൈൽ എന്നാണ് പറയുന്നത്. ആൻഡ് ദെയർ നെക്കൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കേസിൽ പറഞ്ഞാണ്. നെക്ക് പോർഷനും വെൻട്രൽ പോർഷനും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നീണ്ട് കഴുത്ത് പോലെ ഇരിക്കുന്ന ഒരു പോർഷനാണ് നെക്ക്. അതിന് താഴെ എന്താ സോളനായിട്ട് ബൾബസ് ആയിട്ടിരിക്കുന്ന പോർഷനാണ് വെൻട്രലിനകത്താണ് വെൻട്രൽ കനാൽ സെല്ലും അതുപോലെ എഗ്ഗും ഒക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തതാണ്. ദെൻ നമുക്ക് ആ നെക്ക് എങ്ങനെയാണ്, നേരെ മുകളിലേക്ക്, അവിടുത്തെ പോലെ തന്നെ നേരെ മുകളിലേക്കാണ് നിൽക്കുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷന് ശേഷം നമ്മുടെ ആർക്കിഗോണിയോഫോറിലെ ഗ്രോത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സ്റ്റോക്ക് ഓഫ് ആർക്കിഗോണിയോഫോർ ഇലോങ്ങേറ്റ്സ് and the central portion of the dorsal surface of the disc grows more rapidly than the ventral surface. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഒരു ഇമേജ് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ നോർമലി ഇരിക്കുന്ന ഒരു ഡിസ്ക്, അതിൻ്റെ മുകൾ ഭാഗത്ത് ഡോർസൽ സർഫസിൽ എന്തുണ്ട്, നമ്മുടെ ആർക്കിഗോണിയോഫോർ ഉണ്ട്. നമ്മുടെ ആന്ത്രിഡിയോഫോറിൻ്റെ പോലെ തന്നെ അങ്ങ് ഓർത്താൽ മതി. സോ നിങ്ങൾ നോക്കുക, ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് മുമ്പ് നമ്മുടെ ആർക്കിഗോണിയോഫോർ ഇരിക്കുന്നത്. ഫെർട്ടിലൈസേഷന് മുമ്പ് ഈ ആൻഡ്രോസൈറ്റ്സിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആന്ത്രീഡിയത്തിന് പകരം അവിടെ ആർക്കിഗോണിയം ആണെന്നേ ഉള്ളൂ, അതൊരു സ്റ്റോക്ക് ഇല്ലെന്ന്. സോ ഏകദേശമാണ് ഇതുപോലെ ചേമ്പേഴ്സിൻ്റെ കേസൊന്നും അവിടെ പറയുന്നില്ല. ഏകദേശം ഇതുപോലെ അടുത്തടുത്ത് 12 മുതൽ 14 വരെ എന്താ ആർക്കിഗോണിയങ്ങൾ ഒറ്റ റോ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത്, ഡോർസൽ സൈഡിലെ സെൻട്രൽ ഭാഗത്ത്, നടുക്ക് ഭാഗത്തുള്ള സെല്ലുകൾ റാപ്പിഡായിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ തുടങ്ങും. എന്നാൽ വെൻട്രൽ സർഫസിലുള്ളോളം ഗ്രോ ചെയ്യത്തുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രോവിങ്, അത് നിങ്ങൾക്ക് പിന്നെ വാക്കുകളിലൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് അല്ലാത്തൊരു ക്ലാസ്സിലോ ലാബ് ചെയ്യുമ്പോഴോ എങ്ങനെയാണെന്നുള്ളതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ നമുക്കൊരു ഒരു ഡിസ്ക് ഉണ്ട്, അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് മാത്രം ഇങ്ങനെ നേരെ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവുകയാണ്. സോ ആ സൈഡ് ഭാഗം അതനുസരിച്ച് വളഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വളഞ്ഞ് വന്നിട്ട് നേരത്തെ മുകളിലേക്ക് റെപ്രസെൻ്റ് അതായത് നോക്കിയിരുന്ന അല്ലെങ്കിൽ നേരെ സണ്ണിനെ ഡയറക്റ്റ് ചെയ്തിട്ടിരുന്ന ആ ഭാഗം ഡൗൺവേർഡ് ആയിട്ട് തിരിയും.
ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. ആ സെൻട്രൽ പോർഷനിലെ സെല്ലുകൾ അങ്ങനെ ക്രമാതീതമായിട്ട് വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും, എന്നാൽ പെരിഫറൽ റീജിയനിലെയും അതുപോലെ വെൻട്രൽ സർഫസിലെയും സെല്ലുകളൊന്നും അത്രയും സ്പീഡിൽ ഗ്രോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ആ പെരിഫറൽ ആയിട്ടുള്ള പോർഷൻ നേരെ ഡൗൺവേർഡ് ആയിട്ട് തിരിയും. നിങ്ങളിതുകൊണ്ട് ഇങ്ങനെ ഒരു കൊട പോലെ തിരിയുന്നു. ഇപ്പം ഇതിൻ്റെ ആ കൊടയുടെ ഇപ്പം നിങ്ങൾ കാണുന്ന രണ്ട് ഭാഗത്തെ ടിപ്പുകളുടെ നേരെ വളച്ച് സെൻട്രൽ ഭാഗത്തേക്ക് ആക്കി കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ ആ രീതിയിലായിരുന്നു ആദ്യം എത്തിയിരുന്നത്. പക്ഷെ ഫെർട്ടിലൈസേഷന് ശേഷം അത് സെൻട്രൽ ഭാഗത്തെ സെല്ലുകളുടെ അമിതമായ ഗ്രോത്ത് കാരണം, അല്ലെങ്കിൽ റാപ്പിഡായിട്ടുള്ള ഗ്രോത്ത് കാരണം അകത്തേക്ക് അല്ലെങ്കിൽ ഡൗൺവേർഡായിട്ട് നേരെ താഴേക്ക് മലർന്നു വന്ന പോലെ ആയി. ആ രീതിയിലാണ് അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ ദ സ്റ്റോക്ക് ഓഫ് ദി ആർക്കിഗോണിയ ഫോർ എലോങ്ങേറ്റ്സ്, സ്റ്റോക്ക് ആണ് നമ്മുടെ സ്റ്റോക്ക് എലോങ്ങേറ്റ്സ് അറ്റ് ദ സെൻട്രൽ പോർഷൻ ഓഫ് ദി ഡോർസൽ സർഫസ് ഓഫ് ദി ഡിസ്ക് ഗ്രോസ് മോർ റാപ്പിഡ്ലി ദാൻ ദ വെൻട്രൽ സർഫസ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു വിഷ്വലൈസേഷൻ നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കാം. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിടാം. സോ അങ്ങനെ ഇത് വിടർന്നങ്ങ് മലർന്ന് തിരിച്ചാവുകയാണ്, മലർന്ന് താഴ്ഭാഗത്തേക്ക് ആവുന്നു. അപ്പോൾ എന്ത് പറ്റും? ഡ്യൂ ടു ദിസ് ഡിഫറൻഷ്യൽ ഗ്രോത്ത് ഓഫ് ദി ടു സർഫസ് ദ ആർക്കിഗോണിയ ബിയറിംഗ് മാർജിനൽ റീജിയൻ ഓഫ് ദി ഡിസ്ക് പുഷ്ഡ് ഡൗൺവേർഡ് ആൻഡ് ഇൻവേർഡ്. അത് ഡൗൺവേർഡും ആവും അതുപോലെ ഇൻവേർഡും ആവും. ദാസ് ദ മെച്യൂർ ആർക്കിഗോണിയ ലൈ ഓൺ ദി വെൻട്രൽ സർഫസ് ഓഫ് ദി ഡിസ്ക്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള ആർക്കിഗോണിയ ഫോറിൽ നമ്മൾ കാണുന്നത് വെൻട്രൽ സർഫസിലായിട്ട് താഴ്ഭാഗത്തായിട്ടാണ്. ഡിസ്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടായിരുന്നു അത് ഡെവലപ്പ് ചെയ്തതെങ്കിലും ഫെർട്ടിലൈസേഷന് ശേഷം അത് താഴ്ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്, മെച്യൂർ ആയിട്ടുള്ള ആന്ത്രിയോപോഡുകൾ കാണുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ ഇൻവേർട്ടഡ് വിത്ത് ദെയർ നെക്ക് ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ്. ഇപ്പോൾ അതിൻ്റെ നെക്ക് എങ്ങോട്ടാണ്? താഴ്ഭാഗത്തേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? മെച്യൂർ ആകുന്നതിന് മുമ്പ് അത് നേരെ മുകളിലേക്കായിരുന്നു. നമ്മുടെ റിക്സിയിലൊക്കെ പോലെ നേരെ മുകളിലേക്കായിരുന്നു, ഡോർസൽ സർഫസ് നേരെ മുകളിലേക്ക്. പക്ഷേ ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രോത്ത് നടന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ വളഞ്ഞ് താഴേക്ക് ആവുകയും നമ്മുടെ നെക്ക് താഴേക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാവുകയും ചെയ്യുകയാണ്. ഇൻ ദ പ്രോസസ് ഓഫ് ഇൻവേഷൻ ദ അറേഞ്ച്മെന്റ് ഓൾസോ റിവേഴ്സ്ഡ് ഫ്രം ദ സെൻട്രിപീറ്റൽ ടു സെൻട്രിഫ്യൂഗൽ സക്സഷൻ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇങ്ങനെ ആവുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ആ കൂടെ തന്നെ സംഭവിക്കും. സെൻട്രൽ ഭാഗത്ത് ഉണ്ടായിരുന്ന മെച്യൂർ ആയിട്ടുള്ള ആർക്കിഗോണിയം ഒക്കെ എന്ത് ചെയ്യും? ഈ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് വളഞ്ഞ് താഴേക്ക് വരുമ്പോൾ അത് മാർജിനൽ സൈഡിലേക്കായിരിക്കും, പെരിഫറിയിലേക്കായിരിക്കും. നമ്മുടെ മാർജിനൽ പോർഷനിലുണ്ടായിരുന്ന അധികം ഗ്രോത്ത് ആവാത്ത സാധനങ്ങൾ എന്താണ് സെൻട്രൽ ഭാഗത്തേക്കും വരും. ഞാൻ പറഞ്ഞു അതൊരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയാലേ കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ. അത് ഒപ്പിക്കാൻ നോക്കാം. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക, ആ ഗ്രോത്ത് കൊണ്ട് സംഭവിക്കുന്ന ഈ കാര്യമാണ്. സ്പെഷ്യലിസ്റ്റ് ആ ഗ്രോത്ത് കൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ മാർജിനൽ പോർഷനിലുണ്ടായിരുന്ന ലെസ് മെച്യൂർഡ് ആയിട്ടിരുന്ന ആർക്കിഗോണിയം എല്ലാം എന്തായി സെൻട്രൽ ഭാഗത്തേക്ക്, അതായത് സ്റ്റോക്കിനോട് ചേർന്നിട്ടും ദെൻ മെച്യൂർഡ് ആയിട്ടുള്ളത് മാർജിനൽ പോർഷനിലേക്കും ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സെൻട്രിപീറ്റൽ അറേഞ്ച്മെന്റ് ആയിരുന്നു, ഇപ്പോൾ എന്തായി? സെൻട്രിഫ്യൂഗൽ അറേഞ്ച്മെന്റ് ആയി. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് പെരിഫറയിൽ നിന്നും അകത്തേക്ക് വരുന്നൊരു സെറ്റപ്പായി. മറ്റേന്താ അകത്തു നിന്നും പുറത്തേക്ക് എന്നുള്ളതിന് പകരം അകത്തേറ്റവും മെച്യൂറും പുറത്തേറ്റവും പെരിഫറിലേറ്റവും ലെസ് മെച്യൂർഡും ആയിരുന്നതിന് പകരം ഇപ്പം അകത്ത് പോർഷനിൽ ഏറ്റവും ലെസ് മെച്യൂർഡും പുറത്തേക്ക് മെച്യൂർഡും എന്നൊരു രീതിയിലേക്ക് ഇതെത്തുകയാണ്. Okay, the invasion followed by the development of one cell thick plate-like tissue called pericaceum or involucre on each side of each archegonial row. ഈ ആർക്കിഗോണിയൽ റോ നമ്മളിപ്പോൾ ലോബിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്, സ്റ്റോക്കിൻ്റെ അപ്പുറയും ഇപ്പുറയുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന രണ്ട് സൈഡിലും ഒരു പുതിയ സ്ട്രക്ചർ സ്പെഷ്യലൈസ്ഡ് വൺ സെൽ തിക്കായിട്ടുള്ളൊരു പ്ലേറ്റ് ലൈക്ക് ടിഷ്യൂ ഡെവലപ്പ് ചെയ്ത് വരും മെച്യൂർ ആയി കഴിയുമ്പോഴത്തേക്കും. അതിനെ വിളിക്കുന്നതാണ് പെരിക്കേഷ്യം ഓർ ഇൻവല്യൂക്കർ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ വൺ വേർഡ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് സൈഡിലും അതുപോലെ എല്ലാ ലോബിലും എന്ത് ചെയ്യുന്നു? ഈ പെരിക്കേഷ്യം അല്ലെങ്കിൽ ഇൻവല്യൂക്കർ ഡെവലപ്പ് ചെയ്യുന്നു. ഇൻ മെനി സ്പീഷ്യസ് long, stout, green and finger-like projection develop from the margin of the disc between the groups of archegonia. ഈ ഗ്രൂപ്പ്സ് ഓഫ് ആർക്കിഗോണിയയുടെ ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യും? നമ്മൾ റോ ആയിട്ടിരിക്കുന്ന ആർക്കിഗോണിയയുടെ ഇടയ്ക്കായിട്ട് എന്ത് ചെയ്യും? ഒരു ലോങ്, സ്റ്റൗട്ട്, ഗ്രീൻ ആൻഡ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, വിരൽ പോലുള്ള നല്ല ഉറപ്പുള്ള ഗ്രീനും നീളമുള്ളതുമായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു പ്രൊജക്ഷൻസ് ഇങ്ങനെ നീണ്ടുവരികയാണ്. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നു.
എങ്ങനെ നമ്മുടെ ആർക്കിഗോണിയൽ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡിസ്കിൻ്റെ പെരിഫറിയിൽ നിന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ദീസ് അപ്പൻഡേജസ് ആർ യൂഷ്വലി 9 ഇൻ നമ്പർ. അപ്പൻഡേജ് ഉണ്ടായി വന്നേക്കണ ഒരു അപ്പൻഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നേക്കണ പോർഷനെ 9 അല്ലെങ്കിൽ 9 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ നോക്കുക 8 ലോബുകളാണ്. അപ്പോൾ 8 ലോബുകളുടെ ഇടയിലായിട്ട് 9 അപ്പൻഡേജുകൾ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, ആ 9 അപ്പൻഡേജ്, ആ ഒരു അപ്പൻഡേജിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് പേരിലാണ് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് റേസ് എന്ന് പറയുന്നത്. റേസ് ഗീവ് ദ ആർക്കിഗോണിയൽ ഡിസ്ക് ആൻഡ് അംബർല ലൈക്ക് അപ്പിയറൻസ്. ഈ റേസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ആർക്കിഗോണിയത്തിന് എന്താ ഒരു അംബർല ലൈക്ക് ഒരു കുട പോലെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് റേസ് എന്നുള്ളത്. നമ്മുടെ ആ വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആ സാധനത്തെ തന്നെയാണ് നമ്മൾ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിക്ചറിനകത്ത് കണ്ടപ്പോൾ ഇതിൽ ആ വളഞ്ഞ് പച്ച കളറിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ സ്ട്രക്ചറാണ് നമ്മുടെ റേസ് എന്ന് പറയുന്നത്. റേസിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ടായിരിക്കും ലേയേഴ്സ് ഓഫ് എന്തുണ്ടാവുന്നത് ആർക്കിഗോണിയ നിൽക്കുന്നത്. സോ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കേസ് തുടക്കത്തിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൻ്റെ ആദ്യം ഇത് ഡോർസൽ സൈഡിലും ആ ഡെവലപ്മെൻറ്റ് കുറച്ച് മെച്യൂർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഇത് തിരിഞ്ഞ് വെൻട്രൽ സൈഡിലേക്കും വരുന്നു. അതായത് ഒരു സെല്ലുകളുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രോത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്. അതെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പോഴെങ്കിലും ഒരു നേരിട്ടൊരു ക്ലാസ്സിൽ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സോ അതിലൂടെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്ട്രക്ചർ വരുന്നു. അതിനുശേഷം എന്താ നമ്മുടെ പെരിക്കീഷ്യം ഡെവലപ്പ് ചെയ്ത് വരുന്നു, അതുപോലെ റേസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചേക്കണം എന്താ നമ്മുടെ ആർക്കിഗോണം താഴേക്ക് ഇൻവേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ നെക്ക് കനാൽ സെൽസ് ഒക്കെ എങ്ങനെയാണ് താഴേക്കായിട്ട് വരുന്നു. അവിടെ നോക്കുക നമ്മുടെ പെരിഫറൽ റീജിയനിലേക്ക് വരുമ്പോഴാണ് മെച്യൂറായിട്ട്, ഇപ്പോൾ സി എന്ന് കാണുന്നത് മെച്യൂറായിട്ടുള്ള ഒരു എന്താണ് ആർക്കിഗോണിയവും ബി ലെസ് മെച്യൂർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി കാരണം നെക്കിൻ്റെ അവിടുത്തെ ആ ഭാഗമൊക്കെ കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഭാഗത്തോടെ എന്താണ് നമ്മുടെ ആന്ത്രോസോയിഡ്സിനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓപ്പൺ ആവുന്നത്. പക്ഷേ ബി പോർഷനകത്ത് അത് കവേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കവർ സെല്ലുകളുണ്ട് ഇവിടെയും. അവിടുത്തെ പോലെ തന്നെ കവർ സെല്ലുകളാണ് അതിനെ കവർ ചെയ്ത് വെക്കുന്നത്. സോ അതുപോലെ തന്നെ അവിടെ നെക്ക് കനാൽ സെൽസ് ഉണ്ട്. സിക്കകത്ത് നെക്ക് കനാൽ സെല്ലുകളില്ല. അതെന്ത് ചെയ്തു? ഡിസെൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അതിലൂടെയാണ് ആന്ത്രോസോയിഡ്സിന് കടന്നു വരാൻ എളുപ്പവും. ഇപ്പോൾ നോക്കുക നമ്മുടെ സ്ട്രക്ചർ നോക്കി ഇതിനകത്തും എയർ ചേമ്പറുകളുണ്ട്, അതുപോലെ പാരം കൈമാറ്റ സെല്ലുകളുണ്ട്. പക്ഷേ അതുപോലെ എക്സ്ട്രാ നമുക്ക് റേസ് ഉണ്ടായിട്ടുണ്ട്, പെരിറ്റീഷ്യ ഉണ്ടായിട്ടുണ്ട്, റൈസോയിഡ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, സ്കെയിലുണ്ട്, എല്ലാം നമ്മുടെ ഒരു നോർമൽ പോസ്ട്രേറ്റ് താലസിൻ്റെ എല്ലാ ഫീച്ചറുകളുണ്ട്. അഡീഷണലായിട്ട് നമുക്ക് ആർക്കിഗോണിയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ കവർ ചെയ്തിട്ടൊരു പെരിറ്റീഷ്യ ഉണ്ട് അല്ലെങ്കിൽ ഇൻവല്യൂക്കറും ഉണ്ടെന്ന് നോക്കുക. ഇനി ആർക്കിഗോണിയം നോക്കിയാൽ മെച്യൂർ ആർക്കിഗോണിയം മീൻസ് പെൻഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ തൂങ്ങിക്കിടക്കുന്ന ടൈപ്പ് ആ രീതിയിലാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ വെൻട്രൽ സർഫസ് ഓഫ് ദ ആർക്കിഗോണിയം ഡിസ്ക് ബൈ എ ഷോർട്ട് സ്റ്റോക്ക്. ചെറിയ സ്റ്റോക്ക് കൊണ്ട് എന്താ നമ്മുടെ വെൻട്രൽ സർഫസിൽ താഴ്വശത്തായിട്ടാണ് ഇപ്പോൾ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്ലാസ്ക് ഷേപ്പ്ഡ് ലൈക്ക് വാട്ട് ഇൻ റിക്സിയ പോലെ തന്നെ ഫ്ലാസ്ക് ഷേപ്പ്ഡ് ആണ് വിത്ത് എ ബേസൽ സൊള്ളൻ വെൻഡർ. അതും അതുപോലെ തന്നെ ബേസൽ സൊള്ളനായിട്ട് വെൻഡർ ഉണ്ട് ആൻഡ് ഇലോങ്ങേറ്റഡ് നെക്ക്. നിങ്ങൾ നോക്കുക ഇവിടെ നമ്മുടെ റിക്സിയക്കകത്തും മാർക്കാൻഷ്യയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആന്ത്രീഡിയവും ആർക്കിഗോണിയവും ഏകദേശം സെയിം സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ആർക്കിഗോണിയവും ആന്ത്രീഡിയവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാർക്കാൻഷ്യയിൽ ഒരു ഇറക്റ്റായിട്ട് സ്പെഷ്യലൈസ്ഡ് ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. എന്നാൽ റിക്സയിലോ അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിങ് ഒന്നുമില്ല. നോർമലി ഉള്ള ഫോട്ടോസിന്തറ്റിക് റീജിയനിൽ തന്നെയാണ് എന്തുണ്ടാവുന്നത് ആന്ത്രീഡിയവും ആർക്കിഗോണിയം ഉണ്ടാവും. സോ ആന്ത്രീഡിയത്തിൻ്റെയും ആർക്കിഗോണിയത്തിൻ്റെയും സ്ട്രക്ചർ സിമിലർ ആണ്. പക്ഷെ അതുണ്ടാവുന്ന അത് എവിടെയാണോ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മാർക്കാൻഷ്യ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആന്ത്രീഡിയോ 4ഉം ആർക്കിഗോണിയോ 4ഉം ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഫ്ലാസ്ക് ഷേപ്ഡ് വിത്ത് ബേസൽ സോളൻ വെൻഡർ ആൻഡ് എലോങ്ങേറ്റഡ് നെക്ക്. നമ്മൾ പറഞ്ഞിരുന്നു വെൻഡർ ഈസ് സറൗണ്ടഡ് ബൈ വൺ സെൽ തിക് സ്റ്റെറൈൽ ജാക്കറ്റ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ എ ലാർജ് എഗ് ആൻഡ് റിലേറ്റീവ്ലി സ്മോൾ വെൻഡർ കനാൽ സെൽ. ഇതും എങ്ങനെ തന്നെയാണ് റിക്സിയിലെ പോലെ തന്നെയാണ്. ഒരു സ്റ്റെറൈൽ ജാക്കറ്റ് ഉണ്ടാവും, അകത്തൊരു ക്യാവിറ്റി ഉണ്ടാവും. ആ ക്യാവിറ്റിയിൽ ഒരു ലാർജ് എഗ്ഗും ചെറിയൊരു വെൻഡർ കനാൽ സെല്ലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ നെക്ക് കൺസിസ്റ്റ് ഓഫ് 6 വെൻഡർ റോ ഓഫ് സെൽസ്. ഇവിടെ എന്താ 6 വെൻഡർ റോ ഓഫ് സെൽസ് ഉണ്ട്. ആ സെൽസിന് എന്താ അത് എൻക്ലോസ് ചെയ്യുന്ന ഒരു സെൻട്രൽ പോർഷൻ ഉണ്ടാവും, സെൻട്രൽ കോർ ഉണ്ടാവും. ആ സെൻട്രൽ കോറിൽ 4 മുതൽ 8 വരെ നെക്ക് കനാൽ സെൽസും ഉണ്ട്. ഈ നെക്ക് കനാൽ സെൽസ് മെച്യൂരിറ്റിയിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു മ്യൂസിലേജസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ റിക്സിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിലൂടെ സിം ചെയ്തിട്ടായിരിക്കും ആന്ത്രോസോയിഡ്സ് വരുന്നത്. ഇവിടെയും
ഏകദേശം സെയിം മെത്തേഡിൽ കൂടെ തന്നെയാണ് ആന്ത്രോസോയിഡ്സ് വരുന്നത്. ഓക്കെ, ദ ടിപ്പ് ഓഫ് ദ നെക്ക് ഹാസ് എ റോസെറ്റ് ഓഫ് 4 കവർ സെൽസ്. അവിടെയും ഉണ്ടായിരുന്ന കവർ സെൽസ് ഇവിടെ നമ്മുടെ മാർക്കാൻഷ്യയിൽ 4 കവർ സെൽസുകൾ, ഒരു റോസെറ്റ് ഷേപ്പ്. റോസെറ്റ് ഷേപ്പ് എന്താണെന്ന് അറിയാലോ, റിക്സിയ ഗ്രോ ചെയ്യുന്ന ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒരു റോസെറ്റെ പോലെ 4 സെല്ലുകൾ കൂടിയിട്ട് അവിടെ എന്താണ് നമ്മുടെ ആർക്കിഗോണിയത്തിൻ്റെ ആ ഒരു ടോപ്പ് ടിപ്പ് പോർഷൻ അല്ല എപ്പിക്കൽ പോർഷൻ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 കവർ സെല്ലുകളാണ് ആർക്കിഗോണിയത്തിനെ കവർ ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടി നമുക്ക് ജസ്റ്റ് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? ഞാൻ പറഞ്ഞു, നമ്മുടെ മെച്യൂർ ആയി കഴിഞ്ഞിട്ടുള്ള ആൻഡ്രോസൈറ്റ് എന്ത് ചെയ്യും, വാട്ടർ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റെറൈൽ ജാക്കറ്റ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അത് ഓസ്റ്റിയോളിൽ കൂടെ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ആൻഡ്രോസൈറ്റ് മാസ് സ്പ്രെഡ് ചെയ്യുന്നു, ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യുന്നു. അത് വാട്ടറിൽ കൂടെ എങ്ങോട്ട് വരുന്നു, ആർക്കിഗോണിയത്തിലേക്ക് വരുന്നു. ഓക്കെ, ജസ്റ്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ ദ നെക്ക് കനാൽ ആൻഡ് ദ വെൻട്രൽ കനാൽ സെൽ ഓഫ് ദി ആർക്കിഗോണിയം ഡീജനറേറ്റ് ആൻഡ് ഫോം എ മ്യൂസിലേറ്റഡ് സബ്സ്റ്റൻസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് നാനോവിക്സിയയിൽ സംഭവിക്കുന്നത്. എന്താണ്, വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞിട്ട് വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, നമ്മുടെ നെക്ക് കനാൽ സെല്ലും വെൻട്രൽ കനാൽ സെല്ലും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് മ്യൂസിലേജിനസ് സബ്സ്റ്റൻസ് ആകുന്നു. അപ്പോൾ മ്യൂസിലേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ തിങ്ങി ഇറങ്ങിപ്പോകാൻ വളരെ എളുപ്പമുള്ളൊരു സ്ട്രക്ചറാണ്. സോ അങ്ങനത്തെ ഒരു സ്ട്രക്ചറായിട്ട് മാറുന്നു. The pressure generated by the imbibition of water by this result in the separation of cover cells. അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂസിലേജ് വരുമ്പോൾ വെള്ളത്തെ അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ പ്രഷറിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പ് പോർഷനുള്ള കവർ സെല്ലുകൾ സെപ്പറേറ്റ് ചെയ്യും, വിട്ട് മാറും. അത് ഒരുമിച്ച് നിന്നത് വിട്ടുമാറും. അങ്ങനെ വിട്ടുമാറി കഴിയുമ്പോൾ എന്താ, നമ്മുടെ ആന്ത്രോസോയിഡ്സിന് അകത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടൊരു വഴി ഒരുക്കി കഴിഞ്ഞു. ഫ്രീ പാസേജ് അവിടെ റെഡിയാകുന്നു. ദ ആന്ത്രോസോയിഡ്സ് വിച്ച് സ്വിം ഫ്രീലി ആർ സ്പ്ലാഷ്ഡ് ബൈ റെയിൻ വാട്ടർ ഓൺ ടു ദ ഡിസ്ക് ഓഫ് ആർക്കിഗോണിയ 4. ഓക്കെ, മഴവെള്ളം വീഴുമ്പോൾ ഉള്ള ആ ഒരു സ്പ്ലാഷിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആന്ത്രോസോയിഡ്സിൻ്റെ ഡിസ്കിൽ അല്ലെ ആന്ത്രഡിയോ 4ൻ്റെ ആ ഡിസ്കിൻ്റെ മുകളിലാണല്ലോ നമ്മുടെ ആന്ത്രോസോയിഡ്സുള്ള ആ മഴവെള്ളം വീഴുന്ന സ്പ്ലാഷിൽ അല്ല മഴവെള്ളത്തോടൊപ്പം തന്നെ ഒഴുകി എന്ത് ചെയ്യുന്നു, ഇത് ആർക്കിഗോണിയത്തിൻ്റെ അല്ലെങ്കിൽ ആർക്കിഗോണിയ 4ൻ്റെ ഡിസ്ക് പോർഷനിലേക്ക് എത്തുന്നു. ദെൻ ദേ ആർ അട്രാക്റ്റഡ് കീമോടാക്റ്റിക്കലി. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു പോയിന്റ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു അട്രാക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കലിനെ പുറത്തേക്ക് വിടുന്നുണ്ട്. നമ്മുടെ എഗ്ഗ് ഉള്ളത് എവിടെയാണ്, വെൻട്രിനകത്താണ്. ആ വെൻട്രിൻ്റെ അവിടെ നിന്നും എന്തെങ്കിലും ഒരു കെമിക്കൽ ഇങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. അത് വെള്ളത്തിൽ കലർന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഒരു ആന്ത്രോസോയിഡ്സ് വരുമ്പോഴത്തേക്കും അവർക്ക് ഈ കെമിക്കലിനെ സെൻസ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും വെള്ളത്തിൽ കലർന്ന് കുറച്ച് ദൂരേക്ക് പോകുന്തോറും നമ്മുടെ ആ പർട്ടിക്കുലർ കെമിക്കൽ എന്താണോ, ആ അട്രാക്റ്റീവ് മോളിക്യൂൾ എന്താണോ, അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. അതായത് ആർക്കിഗോണിയത്തിനകത്ത് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും, അവിടെ നിന്നും കുറച്ച് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയും, പിന്നെയും ദൂരേക്ക് പോയി കഴിഞ്ഞാൽ കുറയും, പിന്നെയും പോയി കഴിഞ്ഞാൽ വീണ്ടും കുറയും. അപ്പോൾ ആ ഒരു കെമിക്കലിൻ്റെ ആ അട്രാക്റ്റീവ് മോളിക്യൂളിൻ്റെ പ്രസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആന്ത്രോസോയിഡ്സ് ഈ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഇപ്പോൾ കുറഞ്ഞ കോൺസെൻട്രേഷൻ കിട്ടി അത് സെൻസ് ചെയ്തിട്ട് കൂടുതൽ കോൺസെൻട്രേഷനിലേക്ക് വരുന്നു. അങ്ങനെ അൾട്ടിമേറ്റ്ലി എവിടെ എത്തുന്നു, നമ്മുടെ ആർക്കിഗോണിയത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. സോ കീമോടാക്റ്റിക് ആയിട്ടൊരു അട്രാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ആ കെമിക്കലിനെ സെൻസ് ചെയ്താണ് നമ്മുടെ ആന്ത്രഡിയോ 4 എവിടെ എത്തുന്നത്, നമ്മുടെ ആർക്കിഗോണിയത്തിനകത്തേക്ക് എത്തുന്നു. ആർക്കിഗോണിയത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. നമ്മുടെ സൈഗോട്ട്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് ഉണ്ടായി കഴിയുമ്പോൾ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ്. പക്ഷെ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് സ്പോറുകൾ, മിയോസിസ് വഴി സ്പോറുകൾ ഉണ്ടാകുന്നു. സ്പോറുകൾ ഉണ്ടായിട്ട് അത് വീണ്ടും എന്താണ്, മെയിൽ താലസോ അല്ലെങ്കിൽ ഫീമെയിൽ താലസോ ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പോറോഫൈറ്റ് എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇവിടെയും കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഇവല്യൂഷണപരമായിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ മാർക്കാൻഷ്യ എന്ന് പറയുന്നത് എന്തിനേക്കാളും റിക്സിയേക്കാളും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആന്തോസറസ് ആണ്, ഇതിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ആന്തോസറസ് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിനേറിയ ഉണ്ട്, അത് ഇതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. സോ അങ്ങനെ ഒരു ഹയറാർക്കി, ഒരു അഡ്വാൻസിങ് ഹയറാർക്കി ഉണ്ട് ഈ ബ്രയോഫൈറ്റിൻ്റെ ഇന്റേണലി തന്നെ. ഏറ്റവും ലോവറായിട്ട് പ്രിമിറ്റീവ് ആയിട്ടുള്ളതാണ് റിക്സിയ, കൂടുതൽ അഡ്വാൻസ് ആയിട്ടാണ് ഫിനേറിയ. അതിൻ്റെ ഒരു രീതിക്കാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. സോ ഇവിടുത്തെ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ വെറുതെ എന്തായിരുന്നു ഒരു സ്പോറോഫൈറ്റ് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ മാത്രമേ റെപ്രസെന്റ് ചെയ്തുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പോറോഫൈറ്റ് കുറച്ചുകൂടെ ഡിഫറൻഷിയേറ്റഡ് ആണ്. നമ്മുടെ സ്റ്റെം റൂട്ട് ലീഫ് എന്ന് പറയുന്ന ഡിഫറൻസിയേഷൻ പോലെ ഇവിടെയും ഇതിനൊരു സ്പെഷ്യൽ ടൈപ്പ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇത് മെയിനായിട്ടും 3 പാർട്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 പാർട്ടാണ് ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഓക്കെ, ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. അപ്പോൾ നോക്കുക, ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫുഡ് നമ്മൾ ആ പേര് തന്നെ പറയുന്ന പോലെ ഫുഡ് ഈസ് എ ബേസൽ ബൾബസ് പാർട്ട്. ഓക്കെ, നമുക്കതിൻ്റെ പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇത് തലകീഴായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ല, കാരണം നമ്മുടെ ആർക്കിഗോണിയോഫോർ എങ്ങനെയാണ് കിടക്കുന്നത്, ആർക്കിഗോണിയം എങ്ങനെയാണ് കിടക്കുന്നത്, പെൻഡുലസ് ആയിട്ടാണ് കിടക്കുന്നത്. സോ ആർക്കിഗോണിയത്തിനുള്ളിലാണല്ലോ സൈഗോട്ട് ഉണ്ടാകുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നത്. സോ സ്വാഭാവികമായിട്ടും അതും പെൻഡുലസ് ആയിട്ടും താഴേക്കും തന്നെയായിരിക്കും കിടക്കുന്നത്. സോ ഇതിൻ്റെ ബേസിലായിട്ടൊരു സ്വള്ളൻ പാർട്ടുണ്ട്, അല്ലെങ്കിൽ ബൾബസ് ആയിട്ടൊരു പാർട്ടുണ്ട്. ആ പാർട്ടിനെയാണ് നമ്മൾ ഫൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫൂട്ട് കഴിഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, എന്താ അതിനൊരു പിടി പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ സീറ്റ എന്ന് പറയുന്നത്. സീറ്റ കഴിഞ്ഞിട്ട് ദെൻ എഗെയിൻ ഒരു ഭയങ്കര ബൾബസ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചർ, അതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത് ആങ്കറിങ് പോലെ റൂട്ടിൻ്റെ പോലത്തെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നു. എന്താ അതിങ്ങനെ തലകീഴായിട്ട് കിടക്കുന്നതുകൊണ്ട് അതിനൊരു ആങ്കർ ചെയ്ത് നിൽക്കുന്ന ഒരു സെറ്റ്. സീറ്റ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ കണ്ടക്ഷനൊക്കെയാണ്. ന്യൂട്രിയൻസ് ഒക്കെ മറ്റ് എന്താ നമ്മുടെ ഗെമിറ്റോഫൈറ്റിൽ നിന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂളിലേക്ക്. ഓക്കെ, ക്യാപ്സ്യൂളിനകത്തേക്ക് ന്യൂട്രിയൻസ് വന്നല്ലോ, വേരി കൂടെ വലിച്ചെടുക്കുന്നത് ആ സെല്ലിൽ കൂടെ കടന്ന് ഇവിടേക്ക് വന്നു. സോ അങ്ങനെ ഒരു കണ്ടക്ഷൻ്റെ ഫംഗ്ഷനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ക്യാപ്സ്യൂളിനകത്താണ് ബേസിക്കലി നമ്മുടെ സ്പോർസ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് റൗണ്ട് സ്ട്രക്ചർ ആയിട്ട് ഉണ്ടാകുന്നത്. അവിടെ നിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾക്ക് സ്പോർ മദർ സെല്ലുകളുണ്ട്. സ്പോർ മദർ സെല്ലുകൾക്ക്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ മദർ സെല്ലുകൾക്ക് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് 50-50 ആയിരിക്കും. 50% എന്തായിരിക്കും മെയിൽസ്, അല്ലെങ്കിൽ 50% ഫീമെയിൽസ് എന്ന രീതിക്ക് പോസിബിൾ ആണ്. ആ രീതിക്കാണ് സ്പോറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ മെയിൽ സ്പോറിൽ നിന്ന് എന്തുണ്ടാകുന്നു, മെയിൽ ഗെമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. ഫീമെയിൽ സ്പോറിൽ നിന്ന് ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. സോ സ്ട്രക്ചർ ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക. എന്താ, ഫുഡ് ഈസ് എ ബേസൽ ബൾബസ് പാർട്ട്. ഇറ്റ് ആങ്കർ സ്പോറോഫൈറ്റ് ടു ദ ഡിസ്ക് ഓഫ് ദ ആർക്കിഗോണിയോഫോർ ആൻഡ് ഓൾസോ അബ്സോർബ് ന്യൂട്രിയൻ ഫ്രം ദ ഗെമിറ്റോഫൈറ്റ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ആങ്കർ ചെയ്യും ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷനുമാണ് ഫുഡിൻ്റെ ജസ്റ്റ് റൂട്ടിൻ്റെ ടൈപ്പ്. അപ്പോൾ നമുക്ക് അഡ്വാൻസ് പ്ലാന്റ്സിനെ പോലുള്ള സ്ട്രക്ചറുകളൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഗ്രാജുവലി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവല്യൂഷൻ പരമായിട്ട് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൻജിയോസ്പേമുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സിനൊക്കെ ഉള്ള, അല്ലെങ്കിൽ ടെബ്രോഫൈറ്റിനും ജിംനോസ്പേമിനൊക്കെ ഉള്ള ടൈപ്പ് ക്യാരക്ടറുകൾ ഇത് സ്പോറോഫൈറ്റിലേക്ക് വരുവാണ്. നമ്മളൊക്കെ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ആണ്, ഗെമിറ്റോഫൈറ്റിക് ജനറേഷൻ വളരെ കുറവാണ്. സോ ഗെമിറ്റോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ടൈപ്പുകളിൽ നിന്ന് സ്പോറോഫൈറ്റിലേക്കുള്ളൊരു മാറ്റത്തിൻ്റെ തുടക്കമൊക്കെയാണ് ഈ കാണുന്ന ഡെവലപ്മെൻറ്റ് സ്ട്രക്ചറുകളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ദെൻ സീറ്റ. Seta is a short and stout stalk that connect the food to capsule. Seta is made up of parenchymatous cells. Then capsule. Mature capsule is yellow in color and has a single layered sterile jacket. നമ്മുടെ സ്പോറോഫൈറ്റ് പോലെ തന്നെ ബേസിക്കലി ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. അതിനകത്തുള്ള സെല്ലുകൾക്കാണ് ഡിവിഷൻ നടക്കുന്നത്. അതിന് പുറത്തുള്ള ഏറ്റവും എന്താ നമ്മുടെ ആർക്കിഗോണിയം അതുവഴിയൊക്കെ പോലെ ഏറ്റവും പുറത്തുള്ള ലെയർ സ്റ്റെറൈലായിരിക്കും. ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിക്കാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു സ്റ്റെറൈൽ ജാക്കറ്റ് ഉണ്ട്. അകത്തുള്ള സെല്ലുകൾക്ക് ഡിവിഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, സ്പോറുകൾ ഉണ്ടാകുന്നത്. അതെന്ത് ഡിവിഷനാണെന്ന് ഓർക്കുക, മിയോസിസ് ഡിവിഷനാണ്. സോ അവിടെ എന്താണ് ഇനിയും വരേണ്ടത്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളാണ് അതിൽ നിന്നുണ്ടാവുന്നത്. ഓക്കെ, ദ ക്യാപ്സ്യൂൾ കണ്ടെയ്നിങ് ന്യൂമറസ് സ്പോർസ് ആൻഡ് ഇലേറ്റേഴ്സ്. ഇലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് സെല്ലുകളാണ്. ഇപ്പോൾ ട്യൂബുലാർ ആയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് സെല്ലുകളാണ്. അതിന് സ്പെഷ്യൽ ടൈപ്പ് തിക്കനിങ് ഉണ്ട്. അതിൻ്റെ വാളിൽ സ്പൈറൽ തിക്കനിങ് ഉണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈലത്തിൽ അങ്ങനത്തെ പല സെല്ലുകൾക്കും സിലിണ്ടറായിട്ട് പോകുന്ന സെല്ലുകൾക്കെല്ലാം അതിൻ്റെ ഇൻറ്റേർണൽ വാളിൽ ലിഗ്നിൻ പോലുള്ള മോളിക്യൂൾ കൊണ്ട് സ്പെഷ്യലൈസ്ഡ് തിക്കനിങ് വരും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ജിംനോസ്പെമൊക്കെ പഠിക്കുമ്പോൾ പഠിക്കും. അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ കുറച്ചുണ്ടെന്ന് ജിംനോസ്പെംസ് പഠിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്കെലാരിഫോം തിക്കനിങ്, അതുപോലെ ആനുലാർ തിക്കനിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് തിക്കനിങ്, സ്പൈറൽ തിക്കനിങ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് സ്പൈറൽ തിക്കനിങ്ങോട് കൂടി ഒരു ട്യൂബുലാർ സെല്ലുകളാണ് ഇലാറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്പോറുകളോട് ചേർന്ന് ധാരാളം ഇലാറ്റേഴ്സ് ഉണ്ട്. ഇലാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു സാധനം. കാരണം എന്താ വെച്ചാൽ ഇതിന് വാട്ടർ കണ്ടന്റിനോട് അല്ലെങ്കിൽ മോയ്സ്ചറിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ ഭയങ്കരമായിട്ടൊരു എബിലിറ്റി ഉണ്ട്. അതുവഴി ഇതിന് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ മോയ്സ്ചറിനോട് റെസ്പോണ്ട് ചെയ്തിട്ട് അതനുസരിച്ച് ഇതിൻ്റെ സെല്ലുകൾ കൺട്രാക്ട് ചെയ്യാനും വികസിക്കാനും ചുരുങ്ങാനും അങ്ങനെയൊക്കെ കുറച്ച് ജെർക്കി മൂവ്മെൻറ്റ്സിനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഈ മൂവ്മെൻറ്റ്സ് ആണ്
നമ്മുടെ സ്പോർട്സിനെ ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ എപ്പോഴും സ്പോറുകളുടെ കൂടെ ഇനി വരാൻ പോകുന്നതിനകത്തൊക്കെ ആണെങ്കിലും ആന്ത്രോസിറോസിനകത്താണെങ്കിലും ഫിനോറിക്കകത്താണെങ്കിലും ഒക്കെയും ഈ ഇലാറ്റേഴ്സ് എപ്പോഴും സ്പോറുകളുടെ കൂടെ കാണും. അതും ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ്. ഓക്കെ, സ്പോർസ് ആർ റൗണ്ടഡ് ആൻഡ് സ്പോർ വാൾ ഈസ് ഡിഫറൻഷിയേറ്റ് ഇൻടു ഔട്ടർ തിക്ക് എക്സോസ്പോർ ആൻഡ് ഇന്നർ തിൻ എൻഡോസ്പോർ. ഇപ്പം നിങ്ങൾ ഒന്നുകൂടി റീകളക്ട് ചെയ്യുക, നമ്മുടെ ഈ പിക്ചർ ഒന്നുകൂടെ നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ പറയാം, ഞാൻ പറഞ്ഞ അഡ്വാൻസ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പോലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ പ്ലസ് ടുവിൽ എന്തായാലും ആൻജിയോസ്പെംസിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? അനാട്രോപ്പസ് ആയിട്ടുള്ള ഒവ്യൂളിനെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ? ആ ഒവ്യൂളുണ്ട്, ഒവ്യൂളിനകത്ത് എംബ്രിയോസാക്കിനകത്താണ് നമ്മുടെ എഗ് ഉള്ളതെന്നും അത് ഫ്യൂസ് ചെയ്തിട്ട് ബാക്കി ഒവ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ട് ഫ്രൂട്ടായിട്ട് മാറും. ഓവറിക്കകത്ത് ഒവ്യൂളുണ്ട്, ഒവ്യൂളിനകത്ത് എംബ്രിയോസാക്കുണ്ട്. ഈ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്തിട്ട് സീഡായിട്ട് മാറുമെന്നും ഒവ്യൂൾ ഡെവലപ്പ് ചെയ്ത് സീഡായിട്ട് മാറുമെന്നും ഓവർ ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ടായിട്ട് മാറുമെന്നും ഒക്കെ പഠിച്ചു. അപ്പോൾ അതിലേക്കുള്ളൊരു ഡെവലപ്മെൻറ്റ് തുടക്കം പോലെയാണ് ഇവിടെ നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എവല്യൂഷൻ പരമായിട്ട് ആൻജിയോസ്പെമിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുണ്ടായിരുന്ന ഏറ്റവും അതിൻ്റെ ഒരു ആൻസിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന, അതായത് എപ്പോഴും ആൻജിയോസ്പെമിലേക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എവല്യൂഷൻ്റെ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ ആൻജിയോസ്പെമായിട്ട് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം, ഇത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്ന് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന ഒവ്യൂൾ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനോട് റിസംബ്ലൻസ് ഒരുപാടുണ്ട്. ഇതും വലിയ ദിവസമായിട്ട് തലമുമ്പിട്ട് കിടക്കുവാണ്. ഇതിനകത്ത് മിയോസിസ് നടന്നിട്ട് നമ്മുടെ ഗമീറ്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സ്പോറുകൾ ഉണ്ടാകും. പക്ഷെ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സീഡുകളൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതിനും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കവറിങ്സ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇത് നമ്മുടെ ഒവ്യൂളിനോട് റിസംബ്ലൻസ് തോന്നിക്കുന്ന രീതിയിലാണ് ഈ സ്ട്രക്ചർ കിടക്കുന്നത്. ഓക്കെ, മെച്യൂർ ക്യാപ്സൂൾ ഇസ് യെല്ലോ കളറാണ് ആൻഡ് സിംഗിൾ ലെയർ സ്റ്റെയർ ജാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ദ ക്യാപ്സൂൾ കണ്ടെയ്ൻ ന്യൂമറസ് സ്പോർസ് ആൻഡ് ഇലാറ്റേഴ്സ്. സ്പോർസ് ആർ റൗണ്ടഡ് ആൻഡ് സ്പോർ വാൾ ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു ഔട്ടർ തിക്ക് എക്സോസ്പോർ ആൻഡ് ഇന്നർ തിൻ എൻഡോസ്പോർ. ഓക്കെ, അപ്പോൾ ഈ ഒവ്യൂളാണെങ്കിലും അത് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ സീഡൊക്കെ ആകുമ്പോൾ നമുക്കതിന് എക്സോകാർപ്പ്, എൻഡോകാർപ്പ്, മീസോകാർപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറൻഷിയേഷൻ ഉണ്ട്. ഇവിടെയും അങ്ങനെ ഒരു ഡിഫറൻഷിയേഷനിലേക്ക് വരുവാണ്. അതിൻ്റെ പുറമത്തെ വാളിന് ഔട്ടർ തിക്കായിട്ട് എക്സോസ്പോറും ഇന്നർ തിന്നായിട്ട് എൻഡോസ്പോറും ആണുള്ളത്. ഓക്കെ, ദെൻ ക്യാപ്സൂൾ ഈസ് കവേർഡ് ബൈ 3 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ്. ഈ ക്യാപ്സൂളിന് കവർ ചെയ്തിട്ട് അവിടെയും ഉണ്ട് അതുപോലെ 2 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ. ഇവിടെയും അങ്ങനത്തെ ഒവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഒരു 2 ലെയർ അല്ലെങ്കിൽ 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കാലിപ്ര ആൻഡ് പെരിഗൈനിയം ആൻഡ് പെരിത്തേലിയം എന്നിങ്ങനെ 3 പ്രൊട്ടക്റ്റീവ് ലെയറുകൾ കൂടി ചേർന്നിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സ്പോറോഫൈറ്റ് ഇരിക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ലെയറിൻ്റെ പേര് ഒത്തിരിക്കുക. ഈ കാലിപ്ര എന്നുള്ള വാക്ക് തന്നെ എപ്പോഴും പ്രൊട്ടക്റ്റീവിനാണ് കേട്ടോ. നമ്മുടെ റൂട്ട് ഹെയർസിൻ്റെ ഒക്കെ ടിപ്പിലായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഉണ്ട്. അതിനെ നമ്മൾ കാലിപ്ര എന്ന പേര് തന്നെയാണ് വിളിക്കുന്നത്. എപ്പോഴും ആ വാക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഡെഹിസൻസ് നടക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സ്പോറോഫൈറ്റിനകത്ത് എന്തുണ്ട്? നിറച്ച് സ്പോറുകളും അതുപോലെ ഇലാറ്റേഴ്സും ഉണ്ട്. ഇനി ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ഇതും ഡിസ്പേഴ്സ് ചെയ്ത് പോകണം. പല സ്ഥലങ്ങളിൽ വീണിട്ട് വേണം കിടന്ന് വളരാനായിട്ട്. അവിടെ തന്നെ അതിനകത്ത് ഇരുന്നാൽ പോരാ. ഓക്കെ, ആസ് എ ക്യാപ്സൂൾ മെച്യൂർ സീറ്റ ഇലോങ്ങേറ്റ്സ് പഞ്ചർ ദ കാലിപ്ര ആൻഡ് പുഷസ് ഇറ്റ് ഔട്ട് ഫ്രം ദ പ്രൊട്ടക്റ്റീവ് കവറിങ്. ഇപ്പോൾ മെച്യൂർ സ്റ്റേജിൽ എത്തിയിട്ട് എല്ലാ സ്പോറുകളും ഡെവലപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ സീറ്റ എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് സ്റ്റോക്കാണ്. അത് കുറച്ചുകൂടെ ഇലോങ്ങേറ്റ് ചെയ്യുന്നു, കുറച്ചുകൂടെ നീളം വെക്കുന്നു. നീളം വെച്ചിട്ട് നമ്മുടെ കാലിപ്ര ഉണ്ടല്ലോ, പ്രൊട്ടക്റ്റീവ് കവറിങ്, സ്പോറോഫൈറ്റിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് 3 ലെയർ ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കവറിങ് കാലിപ്രനെ റപ്ചർ ചെയ്യുന്നു, അതിനെ ബ്രേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പഞ്ചർ ചെയ്യുന്നു. എന്നിട്ടോ നമ്മുടെ അകത്തെ കണ്ടന്റിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. Now the single layered capsule wall split into a number of valves. അപ്പോൾ നമ്മുടെ ക്യാപ്സ്യൂളിൻ്റെ വോൾ ഉണ്ടല്ലോ, ഏറ്റവും പുറമെയുള്ള വാള് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറേ വാൽവുകൾ ഉണ്ടാകും. ആ വാൽവിൽ കൂടി എന്താകും? The annular thickening of the jacket cell causes the valves to roll backward and expose the spores and ilaters. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു തിക്കനിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇലാറ്റേഴ്സിനും സ്പൈറൽ തിക്കനിങ് ആണ്. അതുപോലെ നമ്മുടെ ജാക്കറ്റ് ലെയറിലെ സെല്ലുകളിൽ ആ സെല്ലുകൾക്ക് അനുലാർ തിക്കനിങ് ഉണ്ട്. അനുലാർ തിക്കനിങ് സ്പൈറൽ തിക്കനിങ് സിമ്പിളാണ്. അനുലാർ തിക്കനിങ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടിരിക്കും. സ്പൈറൽ തിക്കനിങ് എന്ന് പറഞ്ഞാൽ സ്പൈറൽ ഷേപ്പിലാണ് ഇന്നർ വാളിൽ
ആ തിക്കനിങ് ഉണ്ടായിരിക്കുന്നത്. കുറച്ച് തിക്കായിട്ടിരിക്കണമെന്ന് മാത്രമേ കൂട്ടൂ. നമ്മുടെ ഈ കൊളസ്ട്രോളൊക്കെ വെയിൻസിൽ അടിഞ്ഞുകൂടി ഒരു തിക്നെസ് വരുമല്ലോ, എന്ന് പറയുന്ന പോലെ ഒരു തിക്കനിങ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതിനൊക്കെ പിക്ചർ കാണുവാണെങ്കിൽ കുറച്ച് ടെക്സ്റ്റിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തിക്കനിങ്, ആ തിക്കനിങ് ഉള്ളത് കൊണ്ട് ഇതെന്താ റോൾ ബാക്ക്വേഡ്സ്, ജാഗർ സെൽസുകൾ ബാക്ക്വേഡായിട്ട് റോൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാം വെള്ളത്തോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ, വെള്ളം വരുന്നതനുസരിച്ചൊക്കെയാണ് ഇതിൻ്റെ കൺട്രോൾ നടക്കുന്നത്. ബാക്ക്വേഡ് ചെയ്തിട്ട് നമ്മുടെ സ്പോറുകളെയും ഇലാറ്റേഴ്സിനെയും പുറത്തേക്ക് കാണിക്കുകയാണ്. അതായത് എപ്പിക്കലി നമ്മുടെ സ്പോറോഫൈറ്റ് ആ ടിപ്പ് റീജിയൻ എപ്പോഴും പൊട്ടി മാറിയിട്ട് നമ്മുടെ ഇലാറ്റേഴ്സും സ്പോർട്സും കൂടെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ, വിൻഡിൽ കൂടെ, വിൻഡാണ് ഇവിടെ നമ്മുടെ പോളിനേഷനകത്ത് വിൻഡ് പോളിനേഷൻ നടക്കുന്ന പോലെ ഇവിടെയും കാറ്റിൽ കൂടെ എന്താ ഇത് സ്കാറ്റർ ചെയ്തിട്ട് പലയിടത്തായിട്ട് പോയി വീഴുന്നു. അവിടുന്ന് പുതിയ മോയ്സ്ചറൈസ്ഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, പുതിയ ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ എന്താ പുതിയ താലസ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്പോർട്സ് ക്യാൻ റിമെയിൻ വയബിൾ ഫോർ അബൌട്ട് 1 year. ഇപ്പോൾ നമ്മുടെ കാറ്റ് വന്നു, ഈ സ്പോറ് പോയിട്ട് പാറപ്പുറത്ത് വീണു, ഫേവറബിൾ കണ്ടീഷൻ അല്ല എന്നിരിക്കട്ടെ, ആ സിറ്റുവേഷനിലും ഇതിനൊരു വർഷം വരെ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വർഷത്തിനപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് അത് നശിച്ചു പോകത്തുള്ളൂ. സോ ബേസിക്കലി ഇതാണ് മാർക്കാൻഷ്യയുടെ സെക്ഷുവൽ റീപ്രഷൻ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചർ, ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. അഡ്വാൻസ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് 2 ബ്രാഞ്ചസ് ഉണ്ട്, ആന്ത്രോഡിയോഫോറും ആർക്കിഗോണിയോഫോറും. അതുപോലെ ആർക്കിഗോണിയോഫോറിനകത്ത് എന്താ നോർമലി കാണുന്ന സ്ട്രക്ചറുകളെല്ലാം തന്നെ ഒരു ബ്രാഞ്ചിൻ്റെ സ്ട്രക്ചറെല്ലാം ഉണ്ട്. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് സെൻട്രിപെറ്റൽ ഡയറക്ഷനിൽ എന്തുണ്ടാവുന്നു, നമ്മുടെ ആന്ത്രോഡിയ ഉണ്ടാവുന്നു. അതിന് ഓസ്റ്റിയോളും ബാക്കി കാര്യങ്ങളെല്ലാം റിക്സിയുടെ ഒക്കെ പോലെ തന്നെ. ആർക്കിഗോണിയോഫോറിലേക്ക് വരുമ്പോൾ എന്താ, അതിന് ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ കുറച്ച് അഡീഷണൽ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതുമൂലം എന്താ ഒരു ഇൻവെല്യൂക്കർ വരുന്നുണ്ട്, അതുപോലെ റേസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അപ്വേർഡായിട്ടുള്ള കാര്യം ഡൗൺവേർഡായിട്ട് മാറുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, അത് കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. ദെൻ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു, അതും വെൻറ്റൽസ് തന്നെയാണ്. സ്പോറോഫൈറ്റിനും സ്പെഷ്യലായിട്ട് കുറച്ച് 3 ഡിഫറൻസിയേഷൻ ഉണ്ട്. ഫുഡ് സീറ്റിലെ ക്യാപ്സ്യൂള്, ആ ക്യാപ്സ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കാലിപ്രയൊക്കെ പോലെ 3 ലെയേഴ്സ് ഉണ്ട്. അതുപോലെ അതിനകത്ത് എലാറ്റേഴ്സും സ്പോർട്സിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ ഹെൽപ്പോട് കൂടി റെപ്സർ ചെയ്തിട്ടാണ് എന്താ എയറിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച റിക്സിയബിൾ അത്ര സിമ്പിളല്ല, കുറച്ചുകൂടെ എന്താ കോംപ്ലിക്കേറ്റ്. നിങ്ങൾ ഇത് ക്ലാസ് കേട്ടിട്ട് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇടുകയോ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ് വെക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലത്തെ ഡൗട്ട് ഇല്ലാതെ നമുക്ക് ചോദിച്ചിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ ടൈം ടേബിൾ പ്രകാരം എന്നാണ് ക്ലാസ് വരുന്ന ആ ദിവസം നമുക്കൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ പേരുകളൊക്കെ ഓർക്കുക. ഇപ്പോൾ കാലിപ്ര, ഇൻവെല്യൂക്കർ അങ്ങനെയുള്ള പേരുകളൊന്നും റിമെമ്പർ ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കി പ്രോസസ്സൊക്കെ കുറച്ച് സിമ്പിളാണ്. ഡെവലപ്മെൻറ്റ് പ്രോസസ്സൊന്നും നമുക്ക് വേണ്ട. അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ മാത്രം. അപ്പോൾ 2 ടൈപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ടൈപ്പ് കൂടി ഉണ്ട് ബ്രയോഫൈറ്റിൽ. അതുപോലെ ടെറിഡോഫൈറ്റിൽ ഒരു 4 ടൈപ്പ് പഠിക്കാനുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.